ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിസിനസ് ലോ അക്കാഡമി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനെ പറ്റിയുള്ള ഒരു ഭാഗമാണ്. എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്? എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? എത്ര ടൈപ്പ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റുകൾ നമ്മുടെ ബിസിനസ് ലോകത്തുണ്ട്? എങ്ങനെയൊക്കെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വരുന്നത്? ഏതൊക്കെ സാഹചര്യത്തിലാണ് കോൺട്രാക്റ്റുകൾ ബ്രീച്ച് ആവപ്പെടുന്നത്? അതിനു പറ്റിയ കേസ് ലോസ്, അതോടൊപ്പം തന്നെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനെ പറ്റിയുള്ള ഡോക്ട്രിൻ, എന്നുള്ള ഈ കാര്യങ്ങളെ പറ്റിയാണ് കൂടുതലുമായി ഈ ക്ലാസ് പറയപ്പെടുന്നു. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ലംഘനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കരാറിൻ്റെ ലംഘനം. കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു കരാറിൻ്റെ ലംഘനത്തെ പറ്റിയാണ് ഇവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൽ കൂടുതലുമായി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനെ പറ്റിയുള്ള സെക്ഷൻസ്, മീനിങ്, ടൈപ്സ്, കോൺസിക്വൻസ്, ഇഫക്റ്റ്, റെമഡീസ്, ഡോക്ട്രിനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫ്രസ്ട്രേഷൻ, അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ക്വാണ്ടം മെറിറ്റ്, കേസ് ലോസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലുമായും ഈ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ്സിലെ നോട്ട്സ് ഞാൻ തരുന്ന ആ PPT തന്നെയാണ്, ഇതിൽ കാണിക്കുന്ന PPT ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ സമയത്ത് മാത്രമായിരിക്കും ആ PPT പ്രദർശിപ്പിക്കുക. ആ ഒരു സമയത്ത് എഴുതിയെടുക്കാനുള്ളവർ ദയവ് ചെയ്ത് എഴുതിയെടുക്കേണ്ടതാണ്. ആദ്യമായി നമുക്ക് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷനിലോട്ട് പോകാം. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം സെക്ഷൻ 39 ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനെ പറ്റി കോൺട്രാക്റ്റ് ആക്ടിൽ പറയപ്പെടുന്നു. അപ്പോൾ എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിലല്ല സത്യത്തിൽ അതിൻ്റെ ആ ഡെഫിനിഷൻ പോകുന്നത്. അതൊരു പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലുണ്ടാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ സെക്ഷൻ 39 പ്രകാരം അത് പറയുന്നു. സെക്ഷൻ 39 പ്രകാരം ഇഫക്റ്റ് ഓഫ് റെഫ്യൂസൽ ഓഫ് പാർട്ടി ടു പെർഫോം പ്രോമിസ് വോളി, അതായത് ഒരു കോൺട്രാക്റ്റിലെ പാർട്ടി അവരുടെ പ്രോമിസ് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ള രീതിയിലാണ് സെക്ഷൻ 39 അതിൽ പറയപ്പെടുന്നു. അപ്പോൾ ഇതെന്താണ് എന്ന് നമുക്ക് നോക്കാം. When a party to a contract has refused to perform or disabled himself to performing his promise entirely, the promise may put an end to the contract unless he has signified by words or conduct his acquiescence in its continuance. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു കോൺട്രാക്റ്റിൽ ഒരു വ്യക്തി അത് നിരസിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് അതിൻ്റെ അകത്തുനിന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. When a party to a contract has refused to perform or disabled himself to performing, ഒരു വ്യക്തി, ഒരു കോൺട്രാക്റ്റിലെ വ്യക്തി പെർഫോം ചെയ്യുകയില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ ആ പറയുന്ന പ്രോമിസിൽ നിന്ന് സ്വയം ഒഴിയുകയോ ചെയ്യുകയാണെങ്കിൽ, ആ പറയുന്ന എൻറ്റയർ പ്രോമിസിൽ നിന്ന് സ്വയം ഒഴിയുകയോ ചെയ്യുകയാണെങ്കിൽ ദ പ്രോമിസ് മേ പുട്ട് ആൻ എൻഡ് ടു ദ കോൺട്രാക്ട്. അങ്ങനെയുള്ള പ്രോമിസുകൾ ആ പറയുന്ന കോൺട്രാക്റ്റിനെ അവസാനിപ്പിക്കുകയും, എങ്ങനെയാണെങ്കിൽ അൺലെസ് ഹി ഹാസ് സിഗ്നിഫൈഡ് ബൈ വേർഡ്സ് ഓർ കണ്ടക്ട്, അതായത്
മറ്റു പാർട്ടി സമ്മതിക്കുകയാണെങ്കിൽ, അതായത് ഈ പ്രോമിസ് ഞാൻ ചെയ്യുകയില്ല, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുകയില്ല എന്നുള്ള ആ കാര്യം മറ്റേ പാർട്ടി അംഗീകരിക്കുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് എൻഡ് ആവുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എൻഡ് ആവുന്നില്ലെങ്കിൽ അതിന് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രോമിസിയോട് പറയുകയാണ്, ഞാൻ ഈ പ്രോമിസ് നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ പ്രോമിസിൽ നിന്നും വേർപെട്ടിരിക്കുകയാണ്, അദ്ദേഹം സ്വമേധയാ മാറിപ്പോവുകയാണ്. അങ്ങനെ മാറിപ്പോവുമ്പോൾ പ്രോമിസി അത് സമ്മതിക്കുകയാണ്, ഓക്കെ ആ പ്രോമിസിന് താങ്കൾ ചെയ്യണ്ട എന്ന് പറയുകയാണെങ്കിൽ ആ പറയുന്ന കോൺട്രാക്റ്റ് അവിടെ വെച്ച് അവസാനിക്കും. അങ്ങനെ പ്രോമിസ് അവസാനിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രോമിസി അത് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ, അവിടെ നിന്ന് അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു സെക്ഷന്റെ രൂപരേഖ. അപ്പോൾ അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ആ പ്രോമിസ് അവിടെ വെച്ച് അവസാനിക്കും. അങ്ങനെ സമ്മതിക്കുന്നില്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആയി മാറപ്പെടും. ഇതാണ് അതിൻ്റെ ഒരു വേരിയേഷൻ നിൽക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. When a party to a contract has refused to perform or disabled himself or to performing his promise entirely, the promise may put an end to the contract. അങ്ങനെയുള്ള പ്രോമിസുകൾ ആ കോൺട്രാക്റ്റിനെ അവസാനിപ്പിക്കും. അൺലെസ്, അവിടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേർഡാണ്, അൺലെസ് ഹി ഹാസ് സിഗ്നിഫൈഡ്. അതായത് ആ കോൺട്രാക്റ്റ് അവസാനിക്കും എങ്ങനെയാണെങ്കിൽ ആ പറയുന്ന പ്രോമിസി അത് സിഗ്നിഫൈ ചെയ്യുകയാണ് ബൈ വേർഡ്സ് ഓർ കണ്ടന്റ് ഈസ് അക്യുസൻസ്. അക്യുസൻസ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ അർത്ഥം എന്ന് പറയുന്നത് വിത്തൗട്ട് ആർഗ്യൂവിങ്, പ്രോമിസി സമ്മതിക്കുകയാണ്, ആ ശരി ഈ കോൺട്രാക്റ്റ് താങ്കൾ ചെയ്യണ്ട എന്ന് സമ്മതിക്കുകയാണെങ്കിൽ, അക്യുസൻസ് ഇൻ ഇറ്റ്സ് കണ്ടിന്യൂവൻസ്, അത് തുടരണ്ട എന്നുള്ള കാര്യം പ്രോമിസി സമ്മതിക്കുകയാണെങ്കിൽ ആ പറയുന്ന കോൺട്രാക്റ്റ് പ്രോമിസ് അവിടെ വെച്ച് അവസാനിക്കുന്നു. എന്നാൽ പ്രോമിസി അത് സമ്മതിക്കുന്നില്ലെങ്കിൽ അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡെഫിനിഷനിൽ തന്നെ 2 സർക്കംസ്റ്റാൻസസ് ആണ് പറയുന്നത്. ഒന്ന്, സമ്മതിക്കുമ്പോൾ ആ പറയുന്ന കോൺട്രാക്റ്റ് അവസാനിക്കും, സമ്മതിക്കുന്നില്ലെങ്കിൽ അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആയി മാറപ്പെടും എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഈ ഒറ്റ സെക്ഷനിലാണ് അത് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് കോൺട്രാക്ട് ആക്ടിന്റെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനെ പറ്റി തുടങ്ങുന്ന പാർട്ടിൽ പറയുന്നത്. ഇത് വോള്ളി എന്ന് പറയുന്ന പ്രോമിസ് വോളിയാണ്, അല്ലെങ്കിൽ മുഴുവനോടെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാർട്ട്ലിയും ഉണ്ട്. ഓക്കെ, പാർട്ട്ലി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതായത് വോളി എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് മുഴുവനോടെയാണ് അത് ഉദ്ദേശിക്കുന്നതെങ്കിലും പാർട്ട്, ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് അവിടെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രോമിസർ പറയുന്നതെങ്കിൽ ആ കാര്യം ഇതേ ലോയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രോമിസിയുടെ സമ്മതമില്ലെങ്കിൽ അത് ബ്രീച്ച് ആവുകയും പ്രോമിസിയുടെ സമ്മതമുണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ആയി മാറുകയും ചെയ്യും. ആ പ്രോമിസിൽ നിന്ന് പ്രോമിസർ ഡിസ്ചാർജ് ആയി മാറുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ബാഹ്യമായ അർത്ഥം. ഇനി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്സിൻ്റെ നോട്ട്സ്, നിങ്ങൾക്ക് ഉള്ള നോട്ട്സ്, എഴുതാൻ പറ്റുന്ന ഒരു നോട്ട്സിനെ പറ്റിയാണ് ഞാൻ ഇനി പറയുന്നത്. നേരത്തെ ഡെഫിനേഷൻ സത്യത്തിൽ LLB ലെവലിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനത് അങ്ങനെ മുറിച്ച് അല്ലെങ്കിൽ ഘട്ടമായി ഞാനത് പറയാൻ കാരണം. ഇത് BCom സ്റ്റുഡൻസിന് വേണ്ടിയുള്ള നോട്ട്സ് ആണ്. ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് മീൻസ് ഫെയിലിയർ ഓഫ് എ പാർട്ടി ടു പെർഫോം ഇസ് ഒബ്ലിഗേഷൻ അണ്ടർ എ കോൺട്രാക്ട്. അപ്പം ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു പാർട്ടി ഒരു ഒബ്ലിഗേഷനിൽ നിന്ന്, ഒരു പാർട്ടി ഒബ്ലിഗേഷൻ ചെയ്യുകയില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ ഉണ്ടാവുന്ന കാര്യത്തിനെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ മീൻസ് റിവോക്കിംഗ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദ പെർട്ടിക്കുലർ കോൺട്രാക്ട്. അതായത് ഒരു കോൺട്രാക്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നിരസിക്കുന്ന ഒരു കാര്യത്തിനെയും നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയും. When a promiser has failed to perform his part of contract,
then he committed a breach of contracts. അതായത് ഒരു പ്രോമിസർ ആരാണ്? പ്രോമിസ് കൊടുക്കുന്ന വ്യക്തി, അത് ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെയുള്ള പ്രോമിസർ ആ പറയുന്ന പ്രോമിസ് ചെയ്യുന്നില്ല, ആ പ്രോമിസ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ആ കോൺട്രാക്ട്, ആ പ്രോമിസിലൂടെ ആ പ്രോമിസിന്റെ നിരസനത്തിലൂടെ അല്ലെങ്കിൽ ആ നിരസിക്കുന്നതിലൂടെ ആ കോൺട്രാക്ട് ലംഘിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി കോൺട്രാക്റ്റുകളിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. യൂണിലാറ്ററൽ ഉണ്ട്, ബൈലാറ്ററൽ ഉണ്ട്. 2 ടൈപ്പ് എന്ന് പറയുന്നത് യൂണിലാറ്ററൽ എന്ന് പറയുന്നത് ഒരൊറ്റ എന്നുള്ള രീതിയിലാണ്. ബൈലാറ്ററൽ ബോത്ത് പാർട്ടീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇഫ് ദ കോൺട്രാക്ട് ഈസ് എ യൂണിലാറ്ററൽ, ദ ഓൺലി റെമഡി ഫോർ ദ അതർ കോൺട്രാക്ടിങ് പാർട്ടി, ഇവിടെ അതർ കോൺട്രാക്ടിങ് പാർട്ടി എന്ന് പറയുന്നത് പ്രോമിസീനെയാണ്, എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തി, ഈസ് ടു ക്ലെയിം റിലീഫ് ഫോർ ദ ബ്രീച്ച് അഗെയിൻസ്റ്റ് ദ പ്രോമിസർ. അപ്പോൾ ഒരു കോൺട്രാക്ട്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റുകളുടെ പ്രത്യേകിച്ച് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാടുകളിലും മറ്റ് ബിസിനസ് രംഗങ്ങളിലൊക്കെ യൂണിലാറ്ററൽ കോൺട്രാക്റ്റുകളാണ് സാധാരണ ഉണ്ടാവാറ്. ഇപ്പോൾ ലാൻഡിൻ്റെ പർച്ചേസ് ആയാലും ഏത് തരത്തിലായാലും യൂണിലാറ്ററൽ കോൺട്രാക്റ്റുകളാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറ്. വളരെ ചെറിയ ഒരു സന്ദർഭങ്ങളിലൊക്കെ ബൈലാറ്ററൽ വരാറുണ്ട്. അപ്പോൾ യൂണിലാറ്ററൽ കോൺട്രാക്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോമിസർ ആ പറയുന്ന പ്രോമിസ് ലംഘിക്കുകയാണെങ്കിൽ പ്രോമിസിക്ക് ക്ലെയിം, ആ ലംഘനത്തിന്റെ മുകളിലുണ്ടായ ഡാമേജസ്, ഇവിടെ ഡാമേജസ് എന്നാ പറയാം, നഷ്ടത്തിനെ നമ്മൾ ലീഗലി ഡാമേജസ് എന്നാണ് പറയാറ്. ആ നഷ്ടം ഡാമേജസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും, പ്രോമിസറിന്റെ കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ നൊട്ടേഷനിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം കൂടിയാണ്. If the contract is unilateral, the only remedy for the other contracting party is to claim. ഇവിടെ other contracting party എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടത് പ്രോമിസി എന്നുള്ള രീതിയിൽ പഠിക്കണം, അല്ലെങ്കിൽ അത് കാരണം തേർഡ് പാർട്ടി ആയിട്ട് പോവരുത്. അതുകൊണ്ടാണ് ഈസ് ടു ക്ലെയിം റിലീഫ് ഫോർ ബ്രീച്ച് അഗെയിൻസ്റ്റ് ദ പ്രോമിസർ. അപ്പോൾ പ്രോമിസിക്ക് യൂണിലാറ്ററൽ കോൺട്രാക്റ്റിൽ പ്രോമിസർ ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു ടേം ലംഘിക്കുകയാണെങ്കിൽ ആ ലംഘനത്തിലൂടെ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ ഡാമേജുകളാക്കി കണക്കിലാക്കി പ്രോമിസിക്ക് പ്രോമിസറിന് എതിരെ ക്ലെയിം റിലീഫ് ഫയൽ ചെയ്യാനും അത് പ്രോമിസറിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുമുള്ള അധികാര അവകാശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിലാറ്ററലിൻ്റെ കാര്യം. അതും മനസ്സിൽ പഠിച്ചു വെക്കേണ്ട ഓരോ കാര്യം കൂടിയാണ്. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും നമ്മളൊരു കോൺട്രാക്ട് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പ്ലനേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതേ കാര്യം ബൈലാറ്ററൽ സംഭവിക്കുകയാണെങ്കിൽ, ഇഫ് ദ കോൺട്രാക്ട് ഈസ് ബൈലാറ്ററൽ, ദ പാർട്ടി ഓഫ് ഹൂം ഇസ് നോട്ട് ബ്രീച്ച് is not only entitled to claim relief for the breach but also exonerated from the liability to perform his party of the contract. അപ്പോൾ ബൈലാറ്ററലിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രോമിസർ എന്ന് പറയുന്ന വ്യക്തി ആ പറയുന്ന പ്രോമിസിൽ നിന്ന് ലംഘിക്കുകയാണെങ്കിൽ അങ്ങനെ ലംഘിക്കപ്പെടുന്ന നഷ്ടങ്ങളുടെ പേരിൽ റിലീഫ് ക്ലെയിം ചെയ്യാനും, അതുമാത്രമല്ല പ്രോമിസി പകരമായി ചെയ്യേണ്ട ആ പ്രോമിസറിന് പകരമായി ചെയ്യേണ്ട പ്രോമിസുകളിൽ നിന്നും പ്രോമിസി ഡിസ്ചാർജ് ആവുകയും ചെയ്യപ്പെടുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബൈലാറ്ററൽ കോൺട്രാക്റ്റുകളിൽ പ്രോമിസർ ലംഘിക്കുകയാണെങ്കിൽ, ഒരു ഒരു ടേം ആൻഡ് കണ്ടീഷൻ ലംഘിക്കുകയാണെങ്കിൽ പ്രോമിസിയെ സംബന്ധിച്ചിടത്തോളം പ്രോമിസി പിന്നെ ആ കോൺട്രാക്റ്റിൻ്റെ പ്രോമിസറിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് വേർപെട്ടു പോവുകയല്ല, അദ്ദേഹത്തിന് അതിൽ നിന്ന് ബാധ്യത ഇല്ലാതാവുകയും അങ്ങനെ ലംഘിക്കപ്പെടുന്ന ആ ടേമുകളുടെ മുകളിൽ ക്ലെയിം ചെയ്യാനായിട്ട്, ഡാമേജസ് ക്ലെയിം ചെയ്യാനായിട്ടും ഈ പറയുന്ന ബൈലാറ്ററൽ കോൺട്രാക്ട് പ്രകാരം സാധിക്കും. ഓക്കെ, അപ്പോൾ യൂണിലാറ്ററലും ബൈലാറ്ററലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, യൂണിലാറ്ററൽ പ്രോമിസിക്ക് അങ്ങോട്ട് ഒന്നും പ്രോമിസ് ചെയ്യേണ്ട പ്രോമിസറിന് ഒരു പ്രോമിസ് ഇല്ല. ഓക്കെ, പ്രോമിസറിനോട് ഒരു പ്രോമിസ് വെച്ചിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പറയുന്ന ക്ലെയിം വാങ്ങാൻ മാത്രമാണ് യൂണിലാറ്ററൽ സാധിക്കുകയുള്ളൂ.
ബൈലാറ്ററൽ അങ്ങനെയല്ല. ബൈലാറ്ററൽ എന്ന് പറയുന്നത് പ്രോമിസറും പ്രോമിസിയും തമ്മിൽ ഒരു ഉറപ്പുണ്ട്. അപ്പോൾ പ്രോമിസർ ഒരു ഉറപ്പ് ലംഘിക്കുകയാണെങ്കിൽ പ്രോമിസിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഉറപ്പ് അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ചെയ്യാനുള്ള ഉറപ്പ് അന്ന് പൂർത്തീകരിക്കേണ്ട ആവശ്യകതയുമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ പ്രോമിസർ ലംഘിച്ച ആ ഉറപ്പിന്റെ മുകളിൽ ഉണ്ടായ നഷ്ടത്തിന്റെ മുകളിൽ പ്രോമിസിക്ക് ക്ലെയിം ചെയ്യാനുള്ള അധികാരാവകാശങ്ങൾ കിട്ടുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. എക്സണറേറ്റർ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഫ്രം സംതിങ്, ഏതെങ്കിലും നിന്നും ഡിസ്ചാർജ് ചെയ്യുക, ഒരു ഫംഗ്ഷനിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ബൈ ബ്രീച്ച് ദ കോൺട്രാക്ട് വിൽ become impossible and also those who are breached will be liable for the compensation. അപ്പോൾ ലംഘനത്തിലൂടെ ഒരു കോൺട്രാക്റ്റ് അതിൻ്റെ പ്രാവർത്തിക ഇമ്പോസിബിൾ ആവുകയും അങ്ങനെ അത് നടപ്പിലാവാതെ വരുമ്പോൾ അത് നടപ്പിലാവാതെ വന്ന സാഹചര്യത്തിൽ ഉണ്ടായ കാരണക്കാരന് ആ പറയുന്ന കോമ്പൻസേഷൻ കൊടുക്കേണ്ട ബാധ്യത വരികയാണ് ചെയ്യുന്നത്. The breach may occur at any time or any course of business. അപ്പോൾ ബ്രീച്ച് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പെർട്ടിക്കുലർ ടൈം ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും അത് നടക്കാം. ദ ബ്രീച്ച് മേ വിൽഫുള്ളി ഓർ ആക്സിഡൻ്റൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബ്രീച്ച് എന്ന് പറയുന്നത് ലംഘനം സാധാരണ രീതിയിൽ മനഃപൂർവ്വമോ അല്ലെങ്കിൽ ആക്സിഡൻ്റലായോ നടക്കാറുണ്ട്. ഓക്കെ, മനഃപൂർവ്വം നടക്കാറുണ്ട്, ആക്സിഡൻ്റലാണ്. അത് നമ്മൾ കൂടുതൽ ഈ പറയുന്ന ക്ലാസ്സുകളിൽ ഇനി പഠിക്കുന്നുണ്ട്. അപ്പോൾ ബ്രീച്ച് മേ കോസ്ഡ് ബൈ വിൽഫുൾ ആസ് വെൽ ആസ് ആക്സിഡൻ്റൽ വൺ. അങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ വണ്ണിലെ ഒരു ഡോക്ട്രൈനാണ് ഫസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതും നമ്മുടെ ഈ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. എത്ര ടൈപ്പ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ട് എന്നുള്ള ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച്, മറ്റൊന്ന് ആക്ച്വൽ ബ്രീച്ച്. ഇതാണ് 2 തരത്തിലുള്ള ബ്രീച്ചുകൾ. ഒന്ന് ആൻറ്റിസിപ്പേറ്ററി എന്ന് പറയുന്നത് മുൻകൂറായിട്ട് നടക്കുന്ന ബ്രീച്ച്. ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയുന്നത് ആ പറയുന്ന സമയം നടക്കുന്ന ബ്രീച്ചുകളെയാണ്, ലംഘനത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബ്രീച്ചുകളിൽ ഈ ടൈപ്സ് ഓഫ് ബ്രീച്ചിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ് 2 ഡോക്ട്രൈൻസ് വരുന്നുണ്ട്. ഒന്ന് ഫസ്ട്രേഷൻ, രണ്ടാമത്തെ അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, രണ്ടും 2 ഡോക്ട്രൈനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഡോക്ട്രൈനാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം അത് മനസ്സിലാവണമെങ്കിൽ എൻറ്റയർ വീഡിയോ കണ്ടേ പറ്റൂ. അപ്പോൾ നമുക്ക് ആദ്യം ടൈപ്സ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ ആ ഒരു സൈക്കിളിലേക്ക് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്സ് ഓഫ് ബ്രീച്ച് 2 തരത്തിലുണ്ട്. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച്, ആക്ച്വൽ ബ്രീച്ച്. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചിൻ്റെ കീഴിൽ എക്സ്പ്രസ് ബൈ വേർഡ്, സ്പോക്കൺ, അതോടൊപ്പം തന്നെ അതിൻ്റെ കീഴിലുള്ളതാണ് ഇംപ്ലൈഡ് ബൈ കണ്ടക്ട് ഓഫ് പേഴ്സൺ. ആക്ച്വൽ ബ്രീച്ചിൻ്റെ താഴെയുള്ളത് ഓൺ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ്. അതോടൊപ്പം തന്നെ രണ്ടാമതായി ആക്ച്വൽ ബ്രീച്ചിൻ്റെ കീഴിൽ വരുന്ന ഒരു ഭാഗമാണ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ്. സാധാരണ BCom BTHM സ്റ്റുഡൻസിനൊക്കെ ഈ പറയുന്നൊരു ഡയഗ്രാം എസ്സേ ചോദ്യമായിട്ടൊക്കെ ചോദിക്കാവുന്ന ഒരു ഫ്ലോ ചാർട്ടൊക്കെയാണ്. ഇത് കഴിയുന്നു നന്നായി പഠിക്കുക. ഡോക്ട്രൈൻസ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്, അതാണ് ഇവിടെ കാണിക്കാത്തത്. ഡോക്ട്രൈൻസ് ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതല്ല, അത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ്. അത് നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. വേറൊരു ഡിവിഷൻ തന്നെയാണ് അത് നമ്മൾ പഠിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്താണെന്ന് നോക്കാം. ആൻറ്റിസിപ്പേറ്ററി എന്ന് പറയുന്നത് മുൻകൂട്ടി ഉണ്ടാവുന്ന കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻറ്റിസിപ്പേറ്ററി മീൻസ് എക്സ്പെക്ടിങ് സംതിങ് ഹാപ്പനിങ് ബിഫോർ എനി പെർട്ടിക്കുലർ ഇവൻറ്റ്. ഏതെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുന്നതിനേക്കാളും മുമ്പ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഇവൻറ്റ് നടക്കുന്നതിനേക്കാളും മുമ്പ്, ആ പ്രവൃത്തി നടക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ ലംഘിക്കപ്പെടുകയാണ്.
ആൻറ്റിസിപ്പേറ്ററിയുടെ ഡിക്ഷണറി മീനിങ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ആൻറ്റിസിപ്പേറ്ററി മീൻസ് എക്സ്പെക്ടിങ് സംതിങ് ഹാപ്പനിങ് ബിഫോർ ആൻഡ് പെർട്ടിക്കുലർ ഇവൻറ്റ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പേജ് നമ്പർ 56-ലാണത് പറഞ്ഞിട്ടുള്ളത്, 2013 എഡിഷനിൽ. ഇനി നിയമപരമായിട്ടുള്ള ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് മീൻസ് ബ്രീച്ചിങ് ഓഫ് എനി ആക്ട് ബിഫോർ ദാറ്റ് ആക്ട് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് സച്ച് ആക്ട്. അതായത് ബ്രീച്ചിങ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുന്നത് ലംഘിക്കപ്പെടുന്നു എപ്പോൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്യേണ്ട സമയത്തിന് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ അത് ലംഘിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. It is a breach of contract occurring before the time fixed for the performance has arrived. അപ്പോൾ അതൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. എപ്പോൾ ആ പറയുന്ന അതൊരു പെർട്ടിക്കുലർ ടൈം പറഞ്ഞിട്ടുണ്ടാവും, ആ ടൈമിന് മുമ്പേ തന്നെ ആ പറയുന്ന ബ്രീച്ച് നടക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുക. നമുക്ക് സിലബസ് പരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. A agreed to supply A agreed to supply 5 bags of sugar to B on the 1st of March, but before the date, A informed that he is not going to supply the sugar. This is an anticipatory breach. അതായത് എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു എഗ്രിമെന്റ് കൂടുകയാണ്, 5 ബാഗ് ഷുഗർ അല്ലെങ്കിൽ ചാക്ക് ഷുഗർ കൊണ്ടുവരാം 1 മാർച്ചിനുള്ളിൽ. പക്ഷേ ആ മാർച്ച് എത്തുന്നതിനേക്കാളും മുമ്പ് തന്നെ എ ഇൻഫോം ചെയ്യുകയാണ് ഈ പറയുന്ന കരാർ നടക്കുകയില്ല. അങ്ങനെ നടക്കുകയില്ല എന്ന് പറയുന്നതാണ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ആവുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി അങ്ങനെ സമ്മതിക്കുകയാണ്, ഓക്കെ കുഴപ്പമില്ല, കുഴപ്പമില്ല, ലംഘനത്തിന് എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു എന്താ പറയുക, ആ കോൺട്രാക്റ്റ് പിന്നെ നടക്കുകയില്ല. ഓക്കെ, അതേസമയം ബി എസ് സമ്മതിക്കുന്നില്ല, ആ കോൺട്രാക്റ്റ് ലംഘിക്കപ്പെടാനായിട്ട് സമ്മതിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്നാണ് ബ്രീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ആ സെക്ഷനിൽ പഠിച്ച ഒരു കാര്യമാണ്. എ എന്ന് പറയുന്ന വ്യക്തി ബീനെ അറിയിക്കുകയാണ്, ദേ ഇങ്ങനെ പറയുന്ന കോൺട്രാക്റ്റ് നടക്കുന്നില്ല. അങ്ങനെ നടക്കുന്നില്ല എന്നുള്ള കാര്യം അക്നോളജ് ചെയ്യുകയും പിന്നെ ബി ആ കുഴപ്പമില്ല അത് നടക്കണ്ട എന്നുള്ള രീതിയിൽ തിരിച്ചു പോവുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് അവിടെ തന്നെ അവസാനിച്ചു. അവിടെ ഒരിക്കലും പിന്നെ ബിക്ക് ഒരിക്കലും എക്കെതിരെ കേസ് ഫയൽ ചെയ്യാനോ ക്ലെയിം ചെയ്യാനുള്ള ഇത് വരുന്നില്ല. പക്ഷേ ബി എ അത് ലംഘിച്ച നിമിഷം തന്നെ ബി അതിന് കോമ്പൻസേഷൻ വേണം, അതുകൊണ്ട് എനിക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് ബി കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിന് അവിടെ അത് ആ തരത്തിൽ ആ പ്രവൃത്തി പോവുകയാണെങ്കിൽ അവിടെ ലംഘനം സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് അവിടെ ബ്രീച്ച് സ്റ്റാർട്ടാവുന്നത് തന്നെ. ഓക്കെ, ബ്രീച്ച് സ്റ്റാർട്ടാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതേസമയം എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയോട് പറഞ്ഞു, ഞാൻ ഈ കോൺട്രാക്ട് ലംഘിക്കുകയാണ്. ബി ശരി എന്ന് പറയുകയാണ്, കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ, അതിന് നഷ്ടം ഞാൻ നികത്തിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ അവിടെ വെച്ച് അത് അവസാനിച്ചു. അങ്ങനെ അവസാനിക്കില്ലെങ്കിൽ മാത്രമാണ് ഈ ബ്രീച്ച് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അത് വളരെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ അതൊക്കെ ഒരു കേസ് സ്റ്റഡിയുടെ ഒരു രൂപത്തിലൊക്കെ വരുന്ന, വളരെ കണ്ണിങ് ആയിട്ട് വരുന്ന ഒരു ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് LLB സ്റ്റുഡൻസിന് എപ്പോഴാണ് ബ്രീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ആ ഭാഗത്തിൻ്റെ കേസ് സ്റ്റഡീസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം കൂടിയാണ്, എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അടുത്തത് എന്ന് പറയുന്നത് സെക്ഷൻ 39. ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഒക്കേഴ്സ് വെൻ ദ പാർട്ടി ഡിക്ലെയർ ഹിസ് ഇൻറ്റൻഷൻ നോട്ട് പെർഫോമിംഗ് ദ കോൺട്രാക്ട് ബിഫോർ ദ പെർഫോമൻസ് ഈസ് ഡ്യൂ. ദസ് when a party refuses to perform a contract even before its due of performing, it is called anticipatory breach. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പറയുന്ന വ്യക്തി അവിടെ പറയുകയാണ്, ഞാനത് ചെയ്യുകയില്ല എന്ന് പറയുകയും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പറയുന്ന ബി എന്ന് പറയുന്ന വ്യക്തിക്ക് താല്പര്യമുണ്ടാവില്ല. ഓക്കെ, എന്ന് കോൺട്രാക്ട് പെർഫോം ചെയ്യണ്ട, അല്ലെങ്കിൽ എനിക്കതിൽ കോമ്പൻസേഷൻ വാങ്ങണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണെങ്കിൽ അവിടെ എന്താ പറയുക, ആ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. പക്ഷേ
ആ പറയുന്ന വ്യക്തി ആ ഒരു പറയുന്ന ബ്രീച്ചിലൂടെ അദ്ദേഹത്തിന് നഷ്ടമുണ്ടാവുകയും അദ്ദേഹത്തിന് ക്ലെയിം വേണമെന്ന് ബി എന്ന് അതിന് ക്ലെയിം വേണമെന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ 39 അവിടെ വർക്കാവും. അപ്പൊ അങ്ങനെ വരുമ്പോ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ആ പറയുന്ന വ്യക്തി അത് നടക്കുകയില്ല, അത് പെർഫോം ചെയ്യുകയില്ല എന്ന് പറയുന്ന ആ നിമിഷം മുതൽ. ഓക്കെ. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഡയമെൻഷൻ ആണ് പറഞ്ഞത് ഞാൻ നേരത്തെ. ഇപ്പോൾ സാധാരണഗതിയിൽ വളരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യമാണിത്. അതായത് ഇപ്പോൾ ആ എ എന്ന് പറയുന്ന വ്യക്തി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, ബിയുമായി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. എ ബിയോട് അതിന് മുമ്പ് കോൺട്രാക്റ്റ് നടക്കണേക്കാളും മുമ്പ് പറയാണ്, ഈ പറയുന്ന കാര്യം നടക്കുകയില്ല, കോൺട്രാക്റ്റ് ഞാൻ പ്രോമിസ് ചെയ്യുകയില്ല എന്ന് പറയാണ്. ബി അത് അക്നോളജ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ബി അത് അക്നോളജ് ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് ആ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. അവിടെ വെച്ച് ആ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. പക്ഷെ ബി അത് അക്നോളജ് ചെയ്യുന്നില്ല. ബി അത് അക്നോളജ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ബ്രീച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ക്ലെയിമിംഗ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഡാമേജസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സെക്ഷൻ 39 അങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ. സെക്ഷൻ 39 എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴാണ് ഇവിടെ സെക്ഷൻ 39 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ പറയുന്ന ബ്രീച്ച് കൊണ്ട് നഷ്ടം വന്നു വരികയും പിന്നീട് ആ നഷ്ടത്തിന് നികത്തണം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ എപ്പോൾ ബ്രീച്ച് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 39 ആന്റിസിപ്പേറ്ററി ബ്രീച്ച് occur when the party declare his intention not performing the contract before the performance is due എന്ന്. അപ്പോൾ പ്രോമിസിക്ക് അത് ക്ലെയിം ചെയ്യാനുള്ള അവകാശം വേണം, അല്ലെങ്കിൽ ക്ലെയിം ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ എവിടെ വെച്ച് ബ്രീച്ച് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും സെക്ഷൻ 39 കോൺട്രാക്ട് ആക്ടിൽ ഇങ്ങനെയല്ല അത് ഡെഫിനിഷൻ പോകുന്നത്. അതാണ് അത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഞാനിത് പറയാൻ കാരണം. Thus, when a party refuse to perform a contract even before it's due for performance, it is called anticipatory breach. Two types of anticipatory breach. Two types of anticipatory breach ആണ് അതിനുള്ളത്. സാധാരണ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് 2 തരത്തിലുണ്ട്. എക്സ്പ്രസ്ഡ് ബൈ വേർഡ്സ്, സ്പോക്കൺ ഓർ റിട്ടൺ. അതായത് വേർഡ്സ് ആയിട്ട് പറയുകയും റിട്ടൺ ആയി കൊടുക്കുകയും ചെയ്യും. ഇംപ്ലോയിഡ് ബൈ ദ കോൺട്രാക്ട് ഓഫ് വൺ ഓഫ് ദ പാർട്ടീസ്. കോൺട്രാക്റ്റിലുള്ള ഏതെങ്കിലും വ്യക്തി ഇംപ്ലോയിഡ് ആയിട്ട് പറയുകയും ചെയ്യുന്ന 2 തരത്തിലുള്ള ആന്റിസിപ്പേറ്ററി ബ്രീച്ചുകളാണ് സാധാരണഗതിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ എക്സ്പ്രസ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. എക്സ്പ്രസ് ബൈ വേർഡ്സ്, സ്പോക്കൺ ഓർ റിട്ടൺ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കാര്യം ഒരാളോട് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സംസാരിക്കുകയോ അല്ലെങ്കിൽ എഴുതി കൊടുക്കുകയോ ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഉണ്ടാവുന്നത്. ഹിയർ ദ പാർട്ടി ഓഫ് ദ കോൺട്രാക്ട് കമ്മ്യൂണിക്കേറ്റ് ടു അതർ പാർട്ടി ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് ഇസ് ഇന്റൻഷൻ നോട്ട് ടു പെർഫോമിങ് ഇറ്റ്. അതായത് പാർട്ടി പ്രോമിസർ എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ വാക്കാലോ പറയുകയാണ്, ഈ പറയുന്ന കോൺട്രാക്റ്റ് ഇന്ന ദിവസം നടത്തേണ്ടതായിരുന്നു പക്ഷേ എനിക്കത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ കാര്യത്തിനെയാണ് എക്സ്പ്രസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, എ അഗ്രി ടു സപ്ലൈ 5 bags of sugar to B on the 1st of March, but before this date A informed B that he is not going to supply sugar. ദിസ് ഇസ് ആൻ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഈ ഒരു എക്സാമ്പിളിൽ എ ഇൻഫോം ചെയ്യുകയാണ്, ബിനോട് ഇൻഫോം ചെയ്യുകയാണ്. ചിലപ്പോൾ അത് വേർഡ്സ് ആയിരിക്കാം, റിട്ടൺ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പോക്കൺ ആയിരിക്കാം. അങ്ങനെ ഇൻഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പ്രസ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഓക്കെ. ആ ടൈപ്പ് ആന്റിസിപ്പേറ്ററി ബ്രീച്ചുകളെ എക്സ്പ്രസ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇംപ്ലോയിഡ് ആന്റിസിപ്പേറ്ററി ബ്രീച്ചിനെയാണ്. അപ്പോൾ ഇംപ്ലോയിഡ് ആയ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെൻ എ പാർട്ടി ടു എ കോൺട്രാക്ട് ഹാസ് ഡിസേബിൾഡ് ഹിംസെൽഫ്
ഫ്രം ദ പെർഫോമിങ് ഹിസ് പ്രോമിസ്. അതായത് ആ ഒരു പറയുന്ന ഇംപ്ലോയിഡ് ആയിട്ട് ചെയ്യുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രോമിസ് കോൺട്രാക്റ്റിലെ പ്രോമിസ് നടപ്പിലാക്കേണ്ട ആ നിമിഷത്തിൽ പറയാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി മുൻകൂട്ടി പറഞ്ഞിട്ടുമില്ല, എന്നാൽ അത് ഒഴിച്ചുകൂടുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇംപ്ലോയിഡ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുക. ഓക്കെ, അത് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ കാണിക്കുന്നില്ല. അത് എക്സ്പ്രസ് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിൻ്റെ ഒരു കണ്ടക്ട് ആ പറയുന്ന പേഴ്സൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു തരുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ പറയുന്നത്. ഹിയർ എ പാർട്ടി ബൈ ഹിസ് ഓൺ വോളണ്ടറി ആക്ട് ഡിസേബിൾ ഹിംസെൽഫ് ബൈ പെർഫോമിംഗ് ദ കോൺട്രാക്ട്. എക്സാമ്പിൾ, X, a farmer agreed to sell Y his entire crop of 10 tons of wheat at the rupees of 8,000 per ton to be delivered on October 1st. ഫസ്റ്റ് ഒക്ടോബറിൽ 20th ഒക്ടോബറിന് അത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു എക്സ് എന്ന് പറയുന്ന വ്യക്തി വൈ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് 8,000 രൂപയ്ക്ക് 10 ടണ്ണ് വീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു 20 ഒക്ടോബറിന്. പക്ഷെ ഒക്ടോബർ 1 തന്നെ എക്സ് എന്ന് പറയുന്ന വ്യക്തി സെഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് 10,000 രൂപയ്ക്ക് ഈ പറഞ്ഞ വീറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വൈക്ക് കൊടുക്കേണ്ട ആ പറയുന്ന ആ ക്രോപ്പാണ് സെഡിന് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ എക്സ് എന്ത് ചെയ്യുകയാണ്? ഒരു ഇംപ്ലോയിഡ് ആയ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് നടത്തുകയാണ്. ആരോട്? വൈയോട്. ഓക്കെ, വൈക്ക് കൊടുക്കേണ്ട ഒരു ക്രോപ്പായിരുന്നു, പക്ഷെ വൈ ആ കൊടുക്കേണ്ട ഡേറ്റിന് മുമ്പേ എക്സ് അത് സെഡിന് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള ബ്രീച്ചുകളെയാണ് ഇംപ്ലോയിഡ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോക്ട്രിൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ഡോക്ട്രിൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത് സാധാരണ എല്ലാ എക്സാംസിനും LLB, BCom, BTHM സർവ എക്സാംസിനും ലോ റിലേറ്റഡ് ആയ കോൺട്രാക്ട് പരമായ എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഭാഗം കേൾക്കാനായിട്ട്. അപ്പോൾ ബ്രീച്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2 ഡോക്ട്രിൻസ് ആണ് ഉള്ളത്. ഒന്ന് ഫസ്ട്രേഷൻ, മറ്റൊന്ന് അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. രണ്ടും 2 തരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യമായി നമുക്ക് ഫസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. ഫസ്ട്രേഷൻ എന്താന്ന് പറയുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ആ വേർഡ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം, പലരും ഐ ആം ഫസ്ട്രേറ്റഡ് ഫ്രം എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഫസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അനോയിങ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പേടി വരിക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആ ഒരു പേടി വരുന്ന ഒരു കാര്യത്തിനെയാണ് ഫസ്ട്രേറ്റഡ് ആവുക എന്ന് പറയുക. ഒരു അനോയിങ് സിറ്റുവേഷൻ ഉണ്ടാവുക എന്നുള്ള ആ കാര്യത്തിന്. നമുക്ക് ചിലപ്പോൾ സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസികമായ ഒരു വിഭ്രാന്തി, അല്ലെങ്കിൽ മാനസികമായ ഒരു പേടി, അതിനൊക്കെയാണ് നമ്മൾ ഫസ്ട്രേഷൻ എന്ന് പറയാറ്. അതുപോലെ തന്നെയാണ് അതാണ് ഫസ്ട്രേഷൻ്റെ യഥാർത്ഥ മീനിങ്. പക്ഷെ കോൺട്രാക്റ്റിൽ അതങ്ങനെയല്ല. കോൺട്രാക്റ്റിലെ സംബന്ധിച്ചിടത്തോളം ഫസ്ട്രേഷൻ എന്ന് പറയുന്നത് സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പത്തെ സ്ലൈഡ്സിലെല്ലാം പഠിച്ചത് ആക്ച്വൽ ആൻറ്റിസിപ്പേറ്ററി എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അത് മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അത് മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാവുന്ന കാര്യമാണ്. അതായത് വിൽഫുള്ളായിട്ട് പ്രോമിസിയോ വിൽഫുള്ളായിട്ട് ചെയ്യുന്ന ആ കാര്യത്തിനെയാണ് നമ്മൾ ആക്ച്വൽ ഓർ ആൻറ്റിസിപ്പേറ്ററി എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഫസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗം ഉണ്ടാകുന്നത് മാൻമെയ്ഡ് അല്ല, നാച്ചുറൽ ആയിട്ടുണ്ടാവുന്ന ആക്ട് ഓഫ് ഗോഡിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള സ്ലൈഡിൽ പഠിച്ചിരുന്ന ഒരു കാര്യം, വിൽഫുള്ളിയും ആക്സിഡൻ്റൽ ഭാഗത്തും ബ്രീച്ച് ഉണ്ടാവുമെന്നാണ്. അപ്പോൾ വിൽഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ആൻറ്റിസിപ്പേറ്ററി, മറ്റൊന്ന് ആക്ച്വൽ. അതേസമയം ആക്സിഡൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ, അല്ലെങ്കിൽ ആക്ട് ഓഫ് ഗോഡ് നാച്ചുറലി പ്രോമിസറും പ്രോമിസിയും
തയ്യാറാണ് ആ കോൺട്രാക്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ മറ്റേതെങ്കിലും ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ആ കോൺട്രാക്റ്റ് തയ്യാറാവാതെ പോകുന്ന ആ നിമിഷം. അങ്ങനെയുള്ള ഭാഗങ്ങളെയാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുക. ഓക്കെ. ഒരു വേറൊരു ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മളെല്ലാവരും കോവിഡിന്റെ പിടിമുറുക്കത്തിലാണ് അല്ലേ? കോവിഡിന്റെ പിടിമുറുക്കത്തിലാണ്. ഇപ്പൊ നിങ്ങള് ആമസോണില് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റ് നിങ്ങളിൽ എത്തിക്കാൻ ആമസോണും തയ്യാറാണ്. നിങ്ങളത് വാങ്ങാനായിട്ട് നിങ്ങളും തയ്യാറാണ്. പക്ഷെ എന്തുകൊണ്ട് ആമസോണും നിങ്ങളും തമ്മിലുള്ള കരാറ് നടക്കുന്നില്ല? അവിടെ കോവിഡ് എന്ന് പറയുന്ന ആ ആ പറയുന്ന എപ്പിഡമിക് വന്നിരിക്കുന്നത് കൊണ്ട്. ഓക്കെ. ആ എപ്പിഡമിക് വന്നിരിക്കുന്നത് കൊണ്ട് ആ പറയുന്ന ആ കോൺട്രാക്റ്റ് നാച്ചുറലായ ഒരു കോസ് കൊണ്ട്, നാച്ചുറലായ സാഹചര്യങ്ങൾ കൊണ്ട്, പ്രകൃതിപരമായ ഒരു സാഹചര്യം കൊണ്ട് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു നിമിഷത്തിലെ കോൺട്രാക്റ്റുകളെയാണ് ഫസ്ട്രേറ്റഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളാണ് ഫസ്ട്രേഷൻ എന്ന് പറയുക. അപ്പൊ ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ കോവിഡ് സാഹചര്യം എക്സാം സമയത്ത് മനസ്സിൽ ആലോചിച്ച് എഴുതി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഫസ്ട്രേഷന്റെ ഭാഗം വളരെ വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ സാധിക്കും. നാച്ചുറൽ ആയ കോഴ്സ് എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കോവിഡ് വേണമെങ്കിൽ മനസ്സിൽ വിചാരിച്ചാൽ മതി. പക്ഷേ ആ ഒരു സാഹചര്യം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഒരിക്കലും കോവിഡായിട്ട് ഒരു എക്സാമ്പിളായിട്ട് എഴുതി വെക്കരുത്. അതിനെ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതി വെക്കേണ്ടത്. അല്ലെങ്കിൽ നാച്ചുറൽ ആക്ട് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഫസ്ട്രേഷൻ മീൻസ് ഫീലിംഗ് അനോയ്ഡ്. അപ്പോൾ അനോയ്ഡ് എന്ന് പറയുന്ന ഒരു പരിഭ്രാന്തിയെ പറ്റി പറയുന്നത്. അപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പേജ് നമ്പർ 627 2013 എഡിഷനാണ്. അതിൽ പ്രകാരം ഫീലിംഗ് അനോയ്ഡ് എന്ന് പറയുന്നതാണ് ഫസ്ട്രേഷൻ്റെ യഥാർത്ഥ മീനിങ്. എന്നാൽ കോൺട്രാക്റ്റിലെ ഫസ്ട്രേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. Frustration of contract means a premature termination of contract owing to change of circumstances which are entirely beyond the control of the parties. അപ്പോൾ കോൺട്രാക്റ്റിലെ ഫസ്ട്രേഷൻ എന്ന് പറയുന്നത് കോൺട്രാക്ട് നടക്കണേക്കാളും മുമ്പ്, ആ പെർഫോമൻസ് അവിടെ നടക്കണേക്കാളും മുമ്പ് അത് ടെർമിനേറ്റ് ആയി പോകുന്നു. എങ്ങനെ? ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം മാറുമ്പോൾ. അതും ആ സാഹചര്യം മാറാനുള്ള കാരണം പാർട്ടീസ് അല്ല, അവരുടെ കൺട്രോളിന്റെ മുകളിലോട്ട് മാറുമ്പോഴാണ് ആ പറയുന്ന ഫസ്ട്രേഷൻ ഓഫ് കോൺട്രാക്ട് വരുന്നത്. വെരി വെൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കോവിഡ് ആലോചിച്ചാൽ മതി. കാരണം കോവിഡ് ഇപ്പോൾ നിങ്ങൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നടക്കില്ല, അത് ഹോം ഡെലിവറി ഇപ്പോൾ നടക്കാറില്ല. കാരണം അവർക്ക് ഈ കോവിഡിന്റെ സാഹചര്യം ഉള്ളത് കൊണ്ട് ആ പറയുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലോട്ട് എത്താൻ സാധിക്കുകയില്ല. എന്നാലോ ആമസോണിന് അത് നിങ്ങൾ ഡെലിവറി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ആ പ്രോഡക്റ്റിന് ഗുഡ്സിന് പകരമായ പ്രൈസ് കൊടുക്കാനും നിങ്ങൾ തയ്യാറാണ്. പക്ഷേ കോവിഡ് എന്ന് പറയുന്ന ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു എപ്പിഡമിക് കാരണം ഈ പറയുന്ന കോൺട്രാക്ട് പൂർണ്ണമാവുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഫസ്ട്രേഷൻ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ എക്സാമിന് ഒരിക്കലും കോവിഡ് എന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. കാരണം സിലബസ് പരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ല കോവിഡ്. സാധാരണ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടോ അല്ല ആക്സിഡൻ്റൽ എന്ന് പറയുന്ന വേർഡാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ഓർക്കാനായിട്ട് കോവിഡ് എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിച്ച് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഡെഫിനിഷൻ നിങ്ങളുടെ മനസ്സിലോട്ട് കടന്നു വരും. അതുകൊണ്ടാണ് ഞാൻ കോവിഡ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ദിസ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് ഡോക്ട്രൈൻ ഓഫ് ഫസ്ട്രേഷൻ. ദ ബ്രീച്ച് occurred നോട്ട് ബൈ പാർട്ടീസ് ബട്ട് ബൈ സർക്കംസ്റ്റാൻസസ്. സാഹചര്യം കാരണമാണ് അവിടെ ആ ബ്രീച്ച് നടക്കുന്നത്, അല്ലാതെ പാർട്ടീസിന്റെ പ്രശ്നം കൊണ്ടല്ല. അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ. അതാണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിളായിട്ട് നിൽക്കുന്നത്. ഇനി ഇതിന്റെ ഇഫക്ട്സ്, ഫസ്ട്രേഷന്റെ ഇഫക്ട്സ്. സാധാരണ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 56 മുതൽ സെക്ഷൻ 65 വരെയാണ് ഇതിൻ്റെ ഇഫക്ട്സ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 56 ഓഫ് an agreement to do an act which is impossible is void. അതെ. അപ്പോൾ ഇവിടെ ഇമ്പോസിബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം,
നാച്ചുറൽ ആയിട്ടുണ്ടായ ഒരു ഇമ്പോസിബിൾ ആണ്. ഓക്കെ. നാച്ചുറൽ ആയിട്ട് ആ പെർഫോം ചെയ്യാനായിട്ട് പ്രോമിസറും പ്രോമിസ് ചെയ്യാൻ തയ്യാറാണെങ്കിലും ആ പറയുന്ന കാര്യം ചെയ്യാനായിട്ട് നാച്ചുറൽ ആയിട്ടൊരു സർക്കംസ്റ്റൻസസ് ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഇമ്പോസിബിൾ ആയ ഒരു കാര്യം ഉണ്ടാവുകയാണ്. ആ കോൺട്രാക്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ സെക്ഷൻ 56 പ്രകാരം ആ കോൺട്രാക്ട് ഇമ്പോസിബിൾ ആയി മാറും, അല്ലെങ്കിൽ void ആയി മാറും, അസാധുവായി മാറും. When the performance of contract became subsequent impossible or illegal, the contract became void. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഇല്ലീഗൽ ആവുകയോ ഇമ്പോസിബിൾ ആവുകയോ, ഇമ്പോസിബിളിൻ്റെ വീണ്ടും സബ് ഡിവിഷൻ വരുന്ന കാര്യങ്ങളാണ് ഒന്ന് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ കോസ് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് void-ആയി മാറും. As per section 65, when a contract became void, any person who received an advantage under it must restore it or make compensation for it to the person for the whom he received the said advantage. ഇത് റിലീഫിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ക്യാഷ് ഓൺ ഡെലിവറി അല്ല നിങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കാർഡ് പേയ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലെത്തിയിട്ടില്ല. ഈ കോവിഡ് കാരണം അവർക്ക് ഡെലിവറി ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ കോൺട്രാക്റ്റ് ലംഘിക്കപ്പെട്ടു അല്ലേ, ഫ്രസ്ട്രേറ്റഡ് ആവുകയും ലംഘിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ലംഘിക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? ആമസോൺ എന്ന് പറയുന്ന കമ്പനി നിങ്ങളിൽ നിന്ന് വാങ്ങിച്ച കാശ് അല്ലെങ്കിൽ ആ പണം നിങ്ങളെ തിരിച്ചേൽപ്പിക്കണം, അല്ലെങ്കിൽ അതിന് തക്കതായ കോമ്പൻസേഷൻ കൂടി നിങ്ങളെ തിരിച്ചേൽപ്പിക്കണം. ഇതാണ് ഇതിൻ്റെ എഫക്റ്റായിട്ട് വരുന്നത്. സാധാരണഗതിയിൽ ഇതൊക്കെ കൺസ്യൂമർ കേസുകളിലൊക്കെ ചെയ്യാവുന്ന, അല്ലെങ്കിൽ കൺസ്യൂമറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും ഈ കാര്യങ്ങളുടെ ഒരു ലോ പോലെ വരുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗം അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. അക്കോർഡ് എന്ന് പറയുന്നത് സബ്സിക്വന്റ് എഗ്രിമെന്റ് ടു ആക്സെപ്റ്റ് എ ഡിഫറെന്റ് തിങ് പെർഫോമൻസ് ദാൻ വാട്ട് ഈസ് ഡ്യൂ അണ്ടർ ഓൾഡ് കോൺട്രാക്ട് ഗീവ് അപ്പ് ദ ഒറിജിനൽ പെർഫോമൻസ്. അക്കോർഡ് എന്ന് പറയുന്ന ഭാഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ വലിയ വലിയ കമ്പനികളെല്ലാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോണ്ട, അല്ലെങ്കിൽ ഹോണ്ട അമേരിക്ക, അമേരിക്കൻ ഡിവിഷനിലുള്ളത്, അല്ലെങ്കിൽ IBM, അങ്ങനെയുള്ള അവർക്കൊക്കെ വലിയ $1,000,000 ഒക്കെ എഗ്രിമെന്റ്സ് ഉണ്ടാവും. അവരത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആ സമയത്തുണ്ടായ സാഹചര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവരത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അവർ ആ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും കോവിഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അവിടെ കോവിഡ് കടന്നു വരികയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ ആ കരാറ് പുതുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. പുതുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അങ്ങനെ പുതുക്കി കൊണ്ടൊരു കരാറ് കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ പുതുക്കുന്ന കരാറിന് നിയമപരമായ പ്രാബല്യം വരികയും പഴയ കരാറിന് അസാധു ആവുകയും ചെയ്യുന്നു എന്നാണ് അക്കോർഡിൽ പറയുന്നത്. Okay, accord means a subsequent agreement to accept different thing or performance than what is due under old contract and give up the original performance. അപ്പോൾ ജസ്റ്റ് ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. IBM എന്ന് പറയുന്ന ആ കമ്പനി ഒരു കരാറ് ഒരു ഹോണ്ട കമ്പനിയുമായിട്ട് കോവിഡ് വരുന്നതിനേക്കാളും മുമ്പ് തന്നെ വെച്ചിരുന്നു. അത് ഈ പറയുന്ന കോവിഡ് അല്ലെങ്കിൽ ഈ പറയുന്ന മാർച്ചിലാണ് പെർഫോം ചെയ്യാനായിട്ട് വെച്ചിരുന്നത്. പക്ഷെ കോവിഡ് വന്നതോടുകൂടി അത് ചെയ്യാനായിട്ട് അവർ സാധിച്ചില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവരത് ചെയ്യാൻ വേണ്ടി അതിന് മുന്നോടിയായി കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ പുതിയൊരു കരാർ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന കരാറുകൾക്ക് നിയമപ്രാബല്യം വരികയും അതിനു മുമ്പ് ഉണ്ടായിരുന്ന പഴയ കരാർ അസാധുവാവുകയും ചെയ്യുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് അക്കോർഡ് എന്ന് പറയുന്നത്. സാധാരണ വലിയ വലിയ കമ്പനികളിലൊക്കെ അമെൻമെൻ്റ് ഒക്കെ വരുമ്പോൾ ആ അമെൻമെൻ്റ് വന്ന കോൺട്രാക്റ്റുകൾക്ക് നിയമപ്രാബല്യം വരും. അതാണ് ഓൾഡ് കോൺട്രാക്റ്റുകൾ താന്നു പോവുകയും അതിൻ്റെ പെർഫോമൻസ് ഡേറ്റ്, എക്സിക്യൂഷൻ ഡേറ്റും ഡെലിവറി ഡേറ്റും ഒക്കെ മാറുകയും ചെയ്യും. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മീൻസ് ആക്ച്വൽ ഫുൾഫിൽമെന്റ് ഓഫ് സബ്സിക്വന്റ് കോൺട്രാക്ട്. അപ്പം അങ്ങനെയുള്ള ആ കോൺട്രാക്റ്റുകൾ സാറ്റിസ്ഫൈഡ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പെർഫോമൻസ് നടക്കുകയാണെങ്കിൽ അതിന് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കോൺട്രാക്ട്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രോമിസ് ഫുൾഫിൽ ആവുകയാണെങ്കിൽ ദെൻ ദാറ്റ് പ്രോമിസ് ബിക്കം സാറ്റിസ്ഫൈഡ് എന്നാണ് നമ്മൾ അതിനെ പറയാറ്. ഇതിന് 2 ലിമിറ്റേഷൻസ് ഉണ്ട്. സാധാരണഗതിയിൽ അതിന് 2 ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്
അതിൻ്റെ സാഹചര്യം അനുസരിച്ചാണ് അത് വരുന്നത്. അതിൻ്റെ സാഹചര്യം അനുസരിച്ച്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2 കേസ് ലോസ് ആണ് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ടൈലർ കേസ് എന്നാണ് അതിനെ പറയാറ്. ഈ കേസിൽ പറയുന്നത് ഇഫ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഈസ് ഡിസ്ട്രോയ്ഡ് ദ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്. അതിലൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിലെ ആ സബ്ജക്ട് മാറ്റർ നശിച്ചു പോവുകയാണെങ്കിൽ ആ പറയുന്ന കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുകയും ഒഴിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് ഒരു കൺസ്ട്രക്ഷൻ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ആ കൺസ്ട്രക്ഷൻ നടത്താനുള്ള ഡേറ്റിൽ അവിടെ വെള്ളപ്പൊക്കം വരികയും ആ വെള്ളപ്പൊക്കം കൊണ്ട് അത് മൂടി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയില്ല. പിന്നെ ആ സ്ഥലത്തിന്റെ മുകളിലുണ്ടായിരുന്ന ആ കോൺട്രാക്ട് ക്യാൻസൽ ആയിപ്പെടും എന്നുള്ളതാണ് ടൈലർ എന്ന് പറയുന്ന കേസിലായിട്ട് ആസ്പദമായിട്ട് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസ് ലോയാണ്. സാധാരണ കേസ് എക്സാംസിനൊക്കെ എക്സാമ്പിളായിട്ട് എഴുതേണ്ട ഒരു അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ്റെ കീഴിലൊക്കെ വരുന്ന ഒരു കേസ് ലോയും അതോടൊപ്പം തന്നെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ രീതിയിൽ വരുന്ന ഒരു കേസ് ലോയും കൂടിയാണത്. PS അയ്യർ എന്ന് പറയുന്ന കേസ് ലോയിൽ പറയുന്ന ഒരു കാര്യം സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ഡിസ്ചാർജ് ദ കോൺട്രാക്ട്. ഇവിടെ സൂപ്പർവീനിങ് എന്ന് പറയുന്നത് പാർട്ടീസിൻ്റെ കയ്യിലില്ലാതെ അല്ലെങ്കിൽ പാർട്ടീസിൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത സാഹചര്യങ്ങൾ, അതിനെയാണ് ഫസ്ട്രേഷൻ എന്ന് പറയാറ് നമ്മൾ. ഫസ്ട്രേഷൻ ആവുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന ഇമ്പോസിബിലിറ്റി ഡിസ്ചാർജ് ആയി പോവും. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളുടെ ബാധ്യത ഒഴിഞ്ഞു പോകും എന്നാണ് PS അയ്യർ എന്ന് പറയുന്ന ആ കേസിൽ പറയപ്പെടുന്നത്. ഞാൻ അതിൻ്റെ ഫുൾ കേസ് എഴുതാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഫാക്റ്റുകൾ ഫുള്ള് എഴുതി കഴിഞ്ഞാൽ സ്ലൈഡ്സ് കൂടുമ്പോൾ അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് മാത്രമാണ്, ഈ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് മാത്രമാണ് പഠിക്കേണ്ടത് ആവശ്യകതയുള്ളൂ. പക്ഷേ പരീക്ഷയ്ക്ക് ഈ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് മാത്രം പോരാ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ പറയുന്ന ഫാക്റ്റ്, ആർഗ്യുമെന്റ്, ദെൻ അതിൻ്റെ ജഡ്ജ്മെന്റ്, കൺക്ലൂഷൻ കൂടിയും വേണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ മാർക്ക് കിട്ടുകയുള്ളൂ. ഇനി ഹെൻറി എന്ന് പറയുന്ന ഈ കേസിൽ പറയുന്നത് നോൺ എക്സിസ്റ്റൻസ് ഓർ നോൺ അക്രൻസ് ഓഫ് എ തിങ് വിച്ച് ഫോംസ് ദ ബേസിക് ഓഫ് കോൺട്രാക്ട് ഓർ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. അതായത് നിലനിൽക്കാത്തതും അങ്ങനെ നടക്കാത്ത ഒരു സാഹചര്യത്തിൽ വരുന്ന ഓരോ കോൺട്രാക്റ്റും സ്വമേധയാ ഡിസ്ചാർജ് ആയി പോകും എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺട്രാക്റ്റിന്റെ ഫസ്ട്രേറ്റഡ് മൂവ്മെന്റിന്റെ കീഴിലുണ്ടാവുന്ന കേസ് ലോസ് ആണ്, അതോടൊപ്പം അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷന്റെ കീഴിലും വരുത്താവുന്ന ഒരു കേസ് ലോസ് ആണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, ഇനി ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇത് എന്തുകൊണ്ട് താഴ്ത്തു വന്നു എന്നുള്ളതിനും ഒരു കാരണമുണ്ട്. കാരണം ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ് സാധാരണ ആദ്യം പഠിക്കുന്നത്. പക്ഷേ ഇത് താഴ്ത്തു വരാൻ കാരണം ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചിന്റെ കൂടെ തന്നെ പറയേണ്ടതാണ് ഫസ്ട്രേറ്റഡ് ആയ കോൺട്രാക്റ്റുകളെ പറ്റിയും മറ്റ് ഡോക്ട്രിൻസും. അപ്പോൾ അതുകൊണ്ടാണ് അത് മുൻകൂട്ടി നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് ഇട്ടുന്നുള്ളൂ. ഇനിയുള്ളതെന്ന് പറഞ്ഞ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, സാധാരണഗതിയിൽ എല്ലാ കോൺട്രാക്റ്റുകളിലും നടക്കുന്ന ബ്രീച്ചുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് മേ ടേക്ക് പ്ലേസ് അറ്റ് ദ ടൈം വെൻ ദ പെർഫോമൻസ് ബിക്കെയിം ഡ്യൂ. അതായത് ആ പറയുന്ന പെർഫോമിംഗ് ടൈമിങ്ങിൽ അത് നടത്താതിരിക്കുക. ആൻഡ് ഇൻ സച്ച് കേസസ് ഓഫ് വൺ പാർട്ടി ഫെയിൽസ് ഓർ റെഫ്യൂസ് ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ, it also occur during in the performance of the contract, and in such cases also one party may fail and refuse to perform his obligation. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിൽ വെക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന ഡ്യൂ ഡേറ്റിൽ അത് പെർഫോം ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ, ആ പറയുന്ന ഡ്യൂ ഡേറ്റിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ആ പറയുന്ന പെർട്ടിക്കുലർ ടൈമിൽ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈമുണ്ട്, ആ ടൈമിൽ അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അറ്റ് ദ ടൈം വെൻ ദ പെർഫോമൻസ് ഇസ് ഡ്യൂ, ഇഫ് എ പേഴ്സൺ ഫെയിൽ ടു പെർഫോം ഇസ് പാർട്ട് ഓഫ് കോൺട്രാക്ട് വെൻ പെർഫോമൻസ് ഇസ് ഡ്യൂ, ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഒക്കർ ആൻഡ് ഈസ് ലയബിൾ ഫോർ ദ ബ്രീച്ച്. അപ്പോൾ
ആ പറയുന്ന ആ കോൺട്രാക്ട് നടപ്പിലാക്കേണ്ട ആ നിമിഷത്തിലുണ്ടായ ബ്രീച്ച്, ലംഘനത്തിനെയാണ് നമ്മൾ ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയുക. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് എക്സ് അഗ്രി ടു സപ്ലൈ വൈ 10 bags of sugar at 1st of March. In this case, the performance is due on 1st March. 1st മാർച്ചിൽ തന്നെ അത് ഡ്യൂ ആയി പോവുകയാണ്. അതിന് മുമ്പല്ല, ആ ദിവസം തന്നെ. ഓൺ ദ 1st March ഈ ഫെയിൽ ടു സപ്ലൈ ഷുഗർ. അപ്പോൾ എക്സ് ആ 1st മാർച്ചിൽ വൈക്ക് പറയുന്ന ഷുഗർ കൊടുത്തില്ല. അങ്ങനെ വരുമ്പോൾ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ പറയുന്ന 1st മാർച്ചിൽ, അതിന് മുന്നല്ല, അത് ആ പറയുന്ന ദിവസം, ദിസ് ഈസ് ആൻ ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അറ്റ് ദ ടൈം വെൻ ദ പെർഫോമൻസ് ഈസ് ഡ്യൂ. അപ്പോൾ ആ നിമിഷത്തിൽ ഉണ്ടാവുന്ന കോൺട്രാക്റ്റുകളെയാണ് ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയാറ്. ഇനി ആക്ച്വൽ ബ്രീച്ചിന്റെ മറ്റൊരു ഡിവിഷൻ എന്ന് ഡ്യൂറിങ് ദ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ നിമിഷത്തിൽ, ആ സമയത്ത് ചെയ്യുന്നത്. ഇനി ഡ്യൂറിങ് ദ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ പറയുന്ന പ്രോമിസ് നടത്തുന്ന ആ ടൈമിൽ എപ്പോഴെങ്കിലും ബ്രീച്ച് വരുമ്പോൾ, ഇഫ് ദ ഡ്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് one of the parties refused to continue the performance contract in some essential respect, the others is exonerated forth with the form of any further performance of his promise, is at once entitled to bring an action from the breach of contract. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് ഒരാള് ആ പ്രോമിസ് നടത്തേണ്ട ആ സമയത്ത്, ആ പറയുന്ന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ പറയാണ് ഞങ്ങൾക്കിത് നടത്താൻ, ഒരാൾ പറയാണ് ഞാനിത് നടത്തുകയില്ല എന്ന് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ആ പ്രോമിസ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ബാക്കിയുള്ളവർ അത് നടത്തേണ്ടത്. അപ്പോൾ അദ്ദേഹം നടക്കാത്തത് കൊണ്ട് ബാക്കി എല്ലാവരും അതിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോവുകയാണ്. അങ്ങനെ ഡിസ്ചാർജ് ആയി പോവുകയും അതിൽ നിന്നുണ്ടാവുന്ന നഷ്ടത്തിനെയും നമുക്ക് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് പ്രകാരം ആക്ഷൻ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ടിന്റെ ഈ ഹെഡിങ്ങിൽ പറയുന്നു. ഇനി ഇഫക്റ്റ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്, അത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്, ക്ഷമിക്കണം. ദ പ്രോമിസി ഈസ് എക്സ്ക്യൂസ് ഫ്രോം ദ പെർഫോമൻസ്. അതായത് പ്രോമിസി എന്ന് പറയുന്ന വ്യക്തി അതിൽ നിന്ന് എക്സ്ക്യൂസ് ആയി മാറും ആ പറയുന്ന കോൺട്രാക്റ്റിൽ നിന്ന്. ഇഫ് ബൈ ദിസ് ആക്ട് അഗ്രീഡ് ഹി മേ സ്യൂ ഫ്രം ദ കോമ്പൻസേഷൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ആ ആക്റ്റിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അഗ്രീവ്ഡ് ആവുകയാണെങ്കിൽ, അതിൽ നിന്ന് നഷ്ടം വരികയാണെങ്കിൽ ആ പറയുന്ന കോൺട്രാക്റ്റിന്റെ പേരിൽ സ്യൂ ചെയ്യാനുള്ള അധികാര അവകാശങ്ങൾ അതിൻ്റെ അകത്ത് കാണും. സംടൈംസ് കോൺട്രാക്ട് മേ റീസെൻഡ് ഓർ മേ സ്റ്റിൽ ഓപ്പറേറ്റീവ്. ചിലപ്പോൾ അത് പുതുക്കുകയും പിന്നെ അത് ഓപ്പറേറ്റ് ആവുകയും ചെയ്യും. ഇഫ് ദ കോൺട്രാക്ട് ഈസ് യൂണിലാറ്ററൽ, ദ ഓൺലി റെമഡി ഫോർ ദ കോൺട്രാക്ടിങ് പാർട്ടി ഈസ് ടു ക്ലെയിം റിലീഫ് ഫോർ സച്ച് ബ്രീച്ച് അഗെയിൻസ്റ്റ് പ്രോമിസർ. അപ്പോൾ അങ്ങനെ കോൺട്രാക്ട് യൂണിലാറ്ററൽ ആവുകയാണെങ്കിൽ അതിൽ നിന്ന് റിലീഫ് എടുക്കാനുള്ള അധികാരാവകാശങ്ങളുണ്ട്. ഇഫ് ദ കോൺട്രാക്ട് ഈസ് ബൈലാറ്ററൽ, ദ പാർട്ടി ഓഫ് ദ കോൺട്രാക്ട് ഹൂസ് നോട്ട് ബ്രീച്ച് is only entitled to claim relief for such breach. അപ്പോൾ ബൈലാറ്ററൽ ആണെങ്കിൽ ആ പറയുന്ന ബ്രീച്ചിലൂടെ ഉണ്ടായ നഷ്ടങ്ങൾക്ക് മാത്രമായിരിക്കും അവിടെ ആ പറയുന്ന കോൺട്രാക്ട് പാർട്ടിക്ക് ലയബിൾ ആവുകയുള്ളൂ. അതോടൊപ്പം തന്നെ പ്രോമിസ് ചെയ്തു കൊടുക്കേണ്ട ആ ഉറപ്പുകളിൽ പ്രോമിസിൽ നിന്ന് പ്രോമിസ് ഡിസ്ചാർജ് ആവുകയും ചെയ്യും. ഇനി പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് റെമഡീസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് ലംഘിക്കുമ്പോൾ എന്തൊക്കെ റെമഡീസ് ആണ്, എന്തൊക്കെ പരിഹാരമാണ് അതിനുള്ളത് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. റെമഡീസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ പെടുന്നത് സാധാരണഗതിയിൽ 5 കാര്യങ്ങളാണ്. സ്യൂട്ട് ഫോർ ഡാമേജസ്, സ്യൂട്ട് അപ്പ് ഓഫ് ക്വാണ്ടം മെറിറ്റ്, suit for specific performance, suit for injunction, rescission of contract. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന്റെ റെമഡീസ് ആയിട്ട് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ചോദിക്കാവുന്ന, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി പല എക്സാംസിനും ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഡാമേജസിനെ പറ്റി നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി ഇനി ഈ ഉണ്ടാവുന്ന റെമഡീസിൻ്റെ കൂടെ
ആ റെമഡീസ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡാമേജസ് ആണ് സാധാരണഗതിയിൽ ഒരു പാർട്ടിക്ക് ഉണ്ടാവുന്നതിനെ പറ്റി നമ്മൾ ആദ്യം പഠിക്കണം. ഓക്കെ, നമുക്ക് സ്യൂ ചെയ്യാനായിട്ടുള്ള ആ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്. അങ്ങനെ സ്യൂ ചെയ്യാനായിട്ട് റൈറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ ആ ക്ലെയിമിൻ്റെ ഡാമേജസ് നമ്മൾ സാധാരണ കോമ്പൻസേഷൻ എന്നല്ല അതിനെ പറയാറ്, ലീഗലി അതിന് ഡാമേജസ് എന്നാണ് പറയാറ്. ഡാമേജസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ട ആ കോമ്പൻസേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എത്ര തരത്തിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഓർഡിനറി, സ്പെഷ്യൽ, പിന്നെ സ്റ്റിപ്പുലേറ്റഡ് ടൈമിന് വേണ്ടി അല്ലെങ്കിൽ ആ പറയുന്ന കോൺട്രാക്റ്റിൻ്റെ ലംഘനത്തിലുണ്ടായ പ്രശ്നങ്ങൾ പ്രകാരം എന്നുള്ള രീതിയിലാണ് 3 സെക്ഷനിലാണ് സാധാരണ രീതിയിൽ പറയുന്നത്. സെക്ഷൻ 73, സെക്ഷൻ 74, സെക്ഷൻ 75. അപ്പോൾ ഓർഡിനറി, സ്പെഷ്യൽ എന്നുള്ള കാര്യങ്ങളൊക്കെ സെക്ഷൻ 73യിലാണ് വരുന്നത്. സെക്ഷൻ 74ൽ കോമ്പൻസേഷൻ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വേർ പെനാൽറ്റി സ്റ്റിപ്പുലേറ്റഡ് ഫോർ. അപ്പോൾ ഒരു പെനാൽറ്റി, ഒരു കോൺട്രാക്റ്റിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു പെനാൽറ്റി ഇട്ടിട്ടുണ്ടാവും. ഈ കോൺട്രാക്ട് ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഇത്ര പെനാൽറ്റി തന്നുകൊള്ളാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി, അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെ പറ്റി പറയുന്നത് സെക്ഷൻ 74 ആണ്. പാർട്ടി റൈറ്റ്ഫുള്ളി റിസെൻഡിങ് കോൺട്രാക്ട് എൻറ്റൈൽഡ് ഫോർ കോമ്പൻസേഷൻ. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്, പാർട്ടി പറയുകയാണ് ഞാനിത് പിന്മാറുകയാണ്, അങ്ങനെ പിന്മാറുകയാണെങ്കിൽ ഇത്ര കോമ്പൻസേഷൻ തന്നുകൊള്ളാം എന്ന് പറയുന്ന ആ സാഹചര്യങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളെ പറ്റിയാണ് സെക്ഷൻ 75 പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓർഡിനറി ജനറൽ ഡാമേജസിനെ പറ്റി നോക്കാം. കോമ്പൻസേഷൻ ഫോർ ലോസ് ഓർ ഡാമേജ് കോസ്ഡ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഓർഡിനറി ഡാമേജസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഓർഡിനറി ആയിട്ട് ജനറൽ ആയിട്ട് വരുന്ന ഡാമേജസ് ആണ്. അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വെൻ എ കോൺട്രാക്ട് ഹാസ് ബീൻ ബ്രോക്കൺ, ദ പാർട്ടി ഹൂ സഫേഴ്സ് by such breach is entitled to receive from the party who has broken the contract compensation for any loss or damages caused to him thereby, which naturally arose in the usual course of contract or to be likely to the result from the breach. അപ്പോൾ ഒരു ഓർഡിനറി ഡാമേജസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺട്രാക്റ്റ് ലംഘിക്കപ്പെടുമ്പോൾ ആ ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയ ആ വ്യക്തിയിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങുക എന്നുള്ളൊരു തിയറിയിലൂടെയാണ് ഓർഡിനറി ഡാമേജസ് വരുന്നത്. സച്ച് കോമ്പൻസേഷൻ ഈസ് നോട്ട് to be given for any remote or indirect loss or damages sustained by the reason of the breach. അപ്പോൾ ഇവിടെ ഈ ഒരു നോട്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനെ പറ്റി ഒരു കേസ് ലോസും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ലംഘിക്കപ്പെടുന്നു, ആ കോൺട്രാക്റ്റ് ലംഘിക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡാമേജസ് ഇടുന്നത്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഡാമേജസ് ഇടുന്നത്. പക്ഷേ അവിടെ പറയാതെ സംഭവിക്കുന്ന, അതായത് ഈ കോൺട്രാക്റ്റ് ലംഘിക്കപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമെന്ന് പറയാതെ ഉണ്ടാവുന്ന ആ സാഹചര്യങ്ങളിൽ ജനറൽ ഡാമേജസ് നിൽക്കുകയില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെപ്പറ്റി ഒരു കേസിലോ ലാസ്റ്റിൽ പറയുന്നുമുണ്ട്. എല്ലാ സിറ്റുവേഷനിലും ഒരിക്കലും ജനറൽ ഡാമേജസ് നിൽക്കുകയില്ല എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഓർഡിനറി ഡാമേജസിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ അഗ്രി ടു സെൽ ആൻഡ് ഡെലിവർ 10 bags of rice to B at the rate of 400 per bag. The price is to be paid at the time of delivery. The price of rice rise to rupees 500 per bag, and consequence of that, A refused to sell the price. അപ്പോൾ 500 രൂപയ്ക്ക് 400 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ ബാഗുകൾ അല്ലെങ്കിൽ ആ റൈസ് 500 രൂപയ്ക്ക് റേസ് ചെയ്യുകയും, അങ്ങനെ റേസ് ചെയ്തുകൊണ്ട് എ എന്ത് ചെയ്തു, റെഫ്യൂസ് ചെയ്യുകയും ചെയ്യുകയാണ്. ആ ബാഗുകൾ കൊടുക്കുകയില്ല, കോൺട്രാക്ട് നടക്കുകയില്ല എന്ന്. ഡ്യൂ ടു ബ്രീച്ച് ഓഫ് ദ കോൺട്രാക്ട് ബൈ എ, ബി സഫേർഡ് എ ലോസ് ഓഫ് ₹100 പെർ ബാഗ്. അപ്പോൾ എയുടെ ആ നിയമം അല്ലെങ്കിൽ കരാർ ലംഘനത്തിലൂടെ ബിക്ക് 100 രൂപ പെർ ബാഗിൽ 100 രൂപ വെച്ച് നഷ്ടപ്പെടുകയാണ്, അല്ലേ? ആ 100 രൂപ നഷ്ടപ്പെടുകയാണ്. സോ ദിസ് ലോസ് ഈസ് കോസ് ടു ബി ഓൺലി ഡ്യൂ ടു ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബൈ എ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ആ ബാഗ് ബിക്ക് കിട്ടിയിരുന്നെങ്കിൽ 100 രൂപ വെച്ച് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു.
അങ്ങനെ കിട്ടുമായിരുന്നെങ്കിലും പക്ഷേ എയ്ക്ക് അത് കൃത്യമായി അറിയുന്നത് കൊണ്ടും അത് കൃത്യമായി ലംഘിക്കുകയും ചെയ്തു. In such cases, injured party is entitled to get ordinary and general damages at the rate of 100 rupees per bag. അപ്പോൾ ഇവിടെ ആ പറയുന്ന 100 രൂപ വെച്ച് കോമ്പൻസേഷൻ ചെയ്യാനുള്ള അധികാരാവകാശങ്ങളെ ബിക്ക് ഉണ്ടാവുകയുള്ളൂ. അതിൽ നിന്ന് ചിലപ്പോൾ മാനനഷ്ടം വന്നിട്ടുണ്ടാവും. അത് വെച്ച് ഒരിക്കലും ഓർഡിനറി ജനറൽ ഡാമേജസ് കണക്ക് കൂട്ടുകയില്ല. അതാണ് ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം. അവിടെ ചിലപ്പോൾ മാനനഷ്ടമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഹരാസ്മെൻ്റ് ഉണ്ടായ അതൊരിക്കലും ഓർഡിനറി ഡാമേജസിൽ വരാറില്ല. ദ മെഷർ ഓഫ് ഡാമേജ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫാക്ട് ഓഫ് ഈച്ച് കേസ്. ഈ ഓർഡിനറി ഡാമേജസ് വരുമ്പോൾ അതിൻ്റെ ഫാക്റ്റ് അനുസരിച്ചാണ് അതിൻ്റെ ഡാമേജസ് കൊടുക്കാറുള്ളത്. ഡാമേജസ് സാധാരണ നമ്മൾ ഡാമേജസ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നെങ്കിലും കോൺട്രാക്ട് ലോയിൽ നിയമത്തിലൊക്കെ കോമ്പൻസേഷന് പകരം പറയുന്ന വേർഡാണ് ഡാമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലെയിം എന്ന് പറയുന്ന അവകാശമാണ്. ഡാമേജസ് എന്ന് പറയുന്ന ആ ക്ലെയിമിലൂടെ ഉണ്ടാവുന്ന ആ ഒരു കോമ്പൻസേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്പെഷ്യൽ ഡാമേജസ് ആണ്. സ്പെഷ്യൽ ഡാമേജസ് കോമ്പൻസേഷൻ ഫോർ ദ ഫെയിലിയർ ടു ഡിസ്ചാർജ് ഒബ്ലിഗേഷൻ റിസംബ്ലിംഗ് ദോസ് ക്രിയേറ്റഡ് ബൈ കോൺട്രാക്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളൊരു ആപ്പിൾ ഫോൺ വാങ്ങുകയാണ്. ആ ആപ്പിൾ ഫോൺ വാങ്ങുമ്പോൾ നമുക്കത് പ്രസ്റ്റീജിൻ്റെ രീതിയിലാണ് നമ്മളത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമ്മുടെ അഭിമാനത്തിൻ്റെ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഒരാളുടെ മുമ്പിൽ പോയി അത് അഭിമാനത്തോടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ മൊബൈൽ വർക്ക് ചെയ്തില്ല. അപ്പോൾ ആ മൊബൈൽ വർക്ക് ചെയ്യാതായപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മാനനഷ്ടം ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള കേസുകളെയാണ് സാധാരണ സ്പെഷ്യൽ ഡാമേജസിൻ്റെ കാറ്റഗറിയിൽ വരിക. അത് നമുക്ക് പഠിക്കാം. വെൻ ആൻ ഒബ്ലിഗേഷൻ റിസംബ്ലിംഗ് ദോസ് ക്രിയേറ്റഡ് ബൈ കോൺട്രാക്ട് ഹാസ് ബീൻ ഇൻകേർഡ് ആൻഡ് ഹാസ് നോട്ട് ബീൻ ഡിസ്ചാർജ്, എനി പേഴ്സൺ ഇഞ്ചേർഡ് ബൈ ദ ഫെയിലിയർ ടു ഡിസ്ചാർജ് ഇറ്റ് ഈസ് എൻടൈറ്റിൽഡ് ടു റിസീവ് സെയിം കോമ്പൻസേഷൻ ഫോർ ദ പാർട്ടി ഇൻ ഡിഫാൾട്ട് ഇഫ് ദ പേഴ്സൺ ഹാഡ് കോൺട്രാക്റ്റഡ് ഡിസ്ചാർജ് ഇറ്റ് ഹാഡ് ബ്രോക്കൺ ഹിസ് കോൺട്രാക്ട്. അപ്പോൾ ആ പറയുന്ന നമ്മൾ ആ പ്രോഡക്റ്റ് ആപ്പിൾ ഫോൺ വാങ്ങുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? അത് വർക്ക് ചെയ്യപ്പെടും, നമുക്ക് ഗുഡ് വില്ല് തരും എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷേ ആ പറയുന്ന ധാരണ തെറ്റുകയും ലംഘിക്കപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഈ കോമ്പൻസേഷൻ വാങ്ങാം. എക്സ്പ്ലനേഷൻ ഇതാണ്. ഇൻ എസ്റ്റിമേറ്റിംഗ് ദ ലോസ് ഓർ ഡാമേജസ് അറൈസിംഗ് ഫ്രം ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, the means which is existed for remedy inconvenience caused by the non-performance of contract must be taken into account. അതിൽ ആ ഇൻകൺവീനിയൻസ് എന്ന് പറയുന്ന ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിലൂടെ ഉണ്ടായ ആ പറയുന്ന കോൺട്രാക്റ്റ് നടത്താതെ വന്നപ്പോൾ ഉണ്ടായ ഡാമേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ ഡാമേജസിൽ കണക്കാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ദ ലോസ് ഓഫ് പ്രോഫിറ്റ് അറൈസിംഗ് ഔട്ട് ഓഫ് ദ ഡെലിവറി ഓഫ് മെഷീൻ ലേറ്റർ ദാൻ ഡേറ്റ് ഓഫ് അഗ്രീഡ് അപ്പോൺ ദ വുഡ് ഫാൾ ഓൺ ദി സ്പെഷ്യൽ ഡാമേജസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആമസോൺ അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, നിങ്ങൾ ഒരാളിൽ നിന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ലാപ്ടോപ്പ് തന്നെ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് സാധാരണ എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇപ്പോൾ ഒരു ശനിയാഴ്ച നിങ്ങൾ ആ ലാപ്ടോപ്പിന് ചെറിയൊരു പ്രോബ്ലം വന്നു, ശനിയാഴ്ച തന്നെ കൊടുത്തു. ശനിയാഴ്ച കാലത്താണ് നിങ്ങളത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ശനിയാഴ്ച അദ്ദേഹം പറഞ്ഞു, അത് നന്നാക്കുന്ന വ്യക്തി പറയുകയാണ്, എനിക്കത് വൈകുന്നേരം തരാനും വൈകുന്നേരത്തിനുള്ളിൽ ഞാനത് ചെയ്തു കൊള്ളാം എന്ന് പറയുകയും വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുകയും നിങ്ങൾ ചെയ്യുകയാണ്. പക്ഷേ വൈകുന്നേരമായിട്ടും അത് വർക്ക് ചെയ്തില്ല. ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ച വൈകുന്നേരമാണ് നിങ്ങൾക്ക് ആ പറയുന്ന ലാപ്ടോപ്പ് തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ തിങ്കളാഴ്ചയുള്ള നിങ്ങളുടെ ക്ലാസ് നഷ്ടപ്പെടുകയാണ്. അത് നിങ്ങളുടെ കാരണമാണോ? അല്ല, അദ്ദേഹം നന്നാക്കാൻ പോയ വ്യക്തിയുടെ അല്ലെങ്കിൽ നന്നാക്കുന്ന വ്യക്തിയുടെ പ്രശ്നം കൊണ്ടുണ്ടായതാണ്. അപ്പോൾ അങ്ങനെയുള്ള ലോസുകളാണ് സാധാരണ സ്പെഷ്യൽ ഡാമേജസിൽ വരുന്നത്. If there is a breach of contract under special circumstances, the special damages can be claimed. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുണ്ടായ സ്പെഷ്യൽ ഡാമേജ് ആ ലാപ്ടോപ്പ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ് കേൾക്കാമായിരുന്നു. അത് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുന്നത്, അല്ലേ? ആ ഒരു പീരീഡാണ് നഷ്ടപ്പെടുന്നത്. ആ ഒരു എൻറ്റയർ ദിവസം നിങ്ങൾ ആബ്സെൻ്റായി റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിങ്ങളൊരു ക്ലെയിം, നിങ്ങൾക്കൊരു ഡാമേജസ് ഉണ്ടാവുകയാണ്, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ ഡാമേജസ് ക്യാൻ ബി റിക്കവേർഡ് ഓൺലി ബൈ ഇഫ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ ദ കോൺട്രാക്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ
നിങ്ങൾ ആ ലാപ്ടോപ്പ് നന്നാക്കാനായിട്ട് കൊടുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പറയുകയാണ്, എനിക്കിത് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ തന്നെ, തിങ്കളാഴ്ച കാലത്ത് തന്നെ അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം തന്നെ വേണം. എനിക്ക് തിങ്കളാഴ്ച ഓൺലൈൻ ക്ലാസ് ഉള്ളതാണ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ, പിന്നെ ആ പറയുന്ന നന്നാക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ശനിയാഴ്ച തന്നെ അത് കൊടുക്കാനായിട്ട്. തിരിച്ച് നന്നാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അത് തിരിച്ച് നന്നാക്കി കൊടുത്തുമില്ല. തിങ്കളാഴ്ച നിങ്ങളുടെ ക്ലാസ് നഷ്ടപ്പെടുന്ന രീതിയിൽ വരികയാണെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്പെഷ്യൽ ഡാമേജസ് റിക്കവർ ചെയ്യാൻ സാധിക്കും. Special damages are granted only when parties know at the time of making contract that special loss or damage would result on the breach of contract. അപ്പോൾ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആ പറയുന്ന ദിവസം നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളത് ആ മെക്കാനിക്കിന് അറിയാമായിരുന്നെങ്കിൽ, കോൺട്രാക്ട് കൂടുമ്പോഴേ അറിയാമെങ്കിൽ, ആ പറയുന്ന സാഹചര്യങ്ങളെല്ലാം സ്പെഷ്യൽ ഡാമേജസ് ഉത്ഭവിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത് പറഞ്ഞ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി എക്സംപ്ലറി പരമായിട്ടും വിൻഡിസിറ്റി പരമായിട്ടുള്ള ഡാമേജസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ്. ദീസ് ഡാമേജസ് ആർ അവോയ്ഡഡ് വിത്ത് വ്യൂ ടു പണിഷ് ഡിഫാൾട്ടിംഗ് പാർട്ടി ഹു ഇഞ്ചേർഡ് ദ ഫീലിംഗ് ഓഫ് അതേഴ്സ്. അപ്പോൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാനനഷ്ടത്തിൻ്റെ ഒരു ശ്രുതിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വിൻഡിക്റ്റീവ് എന്ന് പറയുന്നത്, വിൻഡിസിറ്റീവ് എന്നല്ല, വിൻഡക്റ്റീവ് ഡാമേജസ് എന്നാണ് അതിനെ പറയുന്നത്. വിൻഡക്റ്റീവ് ഡാമേജസ് എന്ന് പറയുന്നതിന് അതിന്റെ കാരണം എന്ന് പ്രതികാര ബുദ്ധിയോടെ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, പ്രതികാര ബുദ്ധിയോടെ ചെയ്യുക. അത് അതിന്റെ വിൻഡിക്റ്റീവിന്റെ യഥാർത്ഥ അർത്ഥം തന്നെ പ്രതികാര ബുദ്ധി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഒരു ഇനി ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കോമ്പൻസേഷനും കൂടിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആപ്പിൾ ഫോണിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുത്തേക്കാം. നിങ്ങളൊരു നല്ല ആപ്പിൾ ഫോൺ വാങ്ങിച്ചു. പക്ഷേ ആ ആപ്പിൾ ഫോൺ നിങ്ങൾ വാങ്ങിച്ച് മറ്റൊരാളുടെ അടുത്ത് ചെന്ന് സൽപ്പേര് അത് വർക്ക് ചെയ്യാതായപ്പോൾ നിങ്ങളുടെ സൽപ്പേര് നഷ്ടപ്പെട്ടു. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ റെപ്യൂട്ടേഷൻ പോവുകയും അതിൽ നിങ്ങൾക്ക് സങ്കടപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആ സങ്കടപ്പെടുന്നത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഡാമേജസിനെയാണ് വിൻഡിസിറ്റീവ് ഓർ എക്സംപ്ലറി എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ പെടുന്ന ഡാമേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഇത് കൺസ്യൂമർ കേസുകളിലാണ് പറയുന്നത്. റെപ്യൂട്ടേഷൻ, അതായത് ഒരു പാർട്ടിയുടെ റെപ്യൂട്ടേഷൻ, ഗുഡ് വില്ല് തകരാറാവുമ്പോൾ കൊടുക്കുന്ന ഡാമേജസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് പ്രോമിസ് ടു മാരി, ദ കോഡ് എക്സംപ്ലറി ഡാമേജ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഇൻ ദ ഫീലിംഗ് ഇഞ്ചേർഡ് ഓഫ് ദ പാർട്ടി. പക്ഷേ ഇവിടുത്തെ ഈ ഡാമേജസിന്റെ ഒരു പ്രത്യേകത എന്താ? ഇതൊരു കോൺസ്റ്റന്റ് അല്ല. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മുമ്പ് പഠിച്ച ഡാമേജസുകൾ എന്ന് പറയുന്നത് അതെല്ലാം കോൺസ്റ്റന്റ് ആയൊരു പൈസയിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഈ വിൻഡിക്റ്റീവ് ഡാമേജസിലെ പ്രത്യേകത എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ നിൽക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഫീലിംഗ് ഇഞ്ചേർഡ് എത്രമാത്രമായിട്ടുണ്ടോ അത് കണക്കിലാക്കിക്കൊണ്ടായിരിക്കും ഡാമേജസിൻ്റെ എമൗണ്ട് ഇടുക. അതാണ് ഇത് മറ്റു ഡാമേജസുകളും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. കോമ്പൻസേഷൻ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വേർ പെനാൽറ്റി സ്റ്റിപ്പുലേറ്റഡ് ഫോർ സെക്ഷൻ 74. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 74 പറയുന്നത് when a contract has been broken, if a sum is named in the contract as an amount paid in the case of such breach, or the contract contain any other stipulation by the way of penalty, the party complaining of breach is entitled to get said amount. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഇങ്ങനെ പറയുന്നു, ഈ കോൺട്രാക്റ്റ് ലംഘിക്കപ്പെടുകയാണെങ്കിൽ ആ ലംഘിക്കുന്ന വ്യക്തിയിൽ നിന്ന് അതിൽ നിന്നുണ്ടായ ലോസ് സഫർ ചെയ്യുന്ന വ്യക്തിക്ക് ഇത്ര രൂപ കൊടുക്കാമെന്ന് സ്റ്റിപ്പുലേറ്റഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന എമൗണ്ട് കിട്ടാനുള്ള അധികാരാവകാശങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എ കോൺട്രാക്ട് വിത്ത് ബി ടു പേ 1000 rupees. ഇഫ് ഈ ഫെയിൽ ടു പേ ബി ₹500 ഓൺ എ ഗീവൺ ഡേ, എ ഫെയിൽ ടു പേ rupees. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് 1000 രൂപ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ 500 രൂപ ബിക്ക് കൊടുത്തുകൊള്ളാം എന്ന് കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, എ ഫെയിൽ ടു പേ
ബി ₹500 ഓൺ ദാറ്റ് ഡേ. ആ പറയുന്ന ഡേയിൽ 500 രൂപ കൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ 1000 രൂപ കൊടുക്കുന്നില്ലെങ്കിൽ, അതിൻ്റെ കോമ്പൻസേഷൻ എമൗണ്ട് എത്രയാണോ സംബന്ധിച്ച്, ബി എൻറ്റൈറ്റിൽ ടു റിക്കവർ ഫ്രം എ സച്ച് കോമ്പൻസേഷൻ നോട്ട് എക്സീഡിങ് 1000. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് 1000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ 500 രൂപ പരിഹാരമായി തരാമെന്ന് പറയുകയാണ്. അപ്പോൾ 1000 രൂപ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ 500 രൂപയോ അതിൽ തുല്യമായ തുകയോ ആ ബിക്ക് കിട്ടാനുള്ള അധികാരാവകാശങ്ങൾ സെക്ഷൻ 74 പ്രകാരം ഉണ്ട് എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അത് സ്റ്റിപ്പുലേറ്റഡ് ആയ എമൗണ്ട് ആയിരിക്കും. ഇനി നോമിനൽ ഡാമേജസ്. നോമിനൽ ഡാമേജസ് ആർ അവാർഡ് ഇൻ കേസ് വേർ ഇഞ്ചുറി പാർട്ടി ഏബിൾ ടു പ്രൂവ് ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ ഒരു പാർട്ടിയിൽ, ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ ഒരു പാർട്ടിക്ക് അവിടെ ഇഞ്ചുറി ഉണ്ടായി എന്ന് പറയുമ്പോൾ അപ്പം കൊടുക്കുന്ന ഡാമേജസുകളാണ്, കോമ്പൻസേഷനെയാണ് നോമിനൽ ഡാമേജസ് എന്ന് പറയുന്നത്. നമ്മൾ ലീഗലി ഡാമേജസ് എന്നാണ് പറയാറ്, കോമ്പൻസേഷൻ എന്ന് ഒരിക്കലും പറയുകയില്ല. ഓക്കെ, ഡാമേജസ് എന്നാണ് പറയുക അതിനെ. അതാണ് ഡാമേജസ് എന്ന് പറയുന്നത്. നോമിനൽ കോമ്പൻസേഷൻ എന്ന് ഒരിക്കലും നോർമൽ ഡാമേജസ് ആണ്, ലീഗലി ഡാമേജസ് എന്നാണ് അത് പറയാറ്. ബട്ട് ഹി ഹാസ് നോട്ട് സഫേർഡ് എനി റിയൽ ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ ലോസ്. അത് ഒരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ പേരിനൊരു ഡാമേജ് കൊടുക്കുക എന്ന് പറയും, കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ അർത്ഥം. ഇൻ സം കേസസ് ദർ മേ ബി എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബട്ട് നോ മെറ്റീരിയൽ ലോസ് വുഡ് ഹാവ് ബീൻ കോസ്ഡ് ബൈ ദെയർ ബൈ. The nominal damages are awarded simply to recognize the right of the party to claim damages for the breach of contract, even though the party suffer no loss. അപ്പോൾ നമ്മളൊരു പേരിന് ഒരു കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറയില്ലേ, അത് തന്നെയാണ് നോമിനൽ ഡാമേജസ് പറയുന്നത്. അതായത് അവിടെ ആ പ്രോമിസിക്ക് ഒരു നഷ്ടമൊന്നും വന്നിട്ടുണ്ടാവില്ല, പക്ഷേ ആ പ്രോമിസിയുടെ റൈറ്റ് അംഗീകരിക്കുന്നതിന് വേണ്ടി പേരിന് ഒരു ഡാമേജസ് അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്ന ഭാഗത്തിനെയാണ് നോമിനൽ ഡാമേജസ് എന്ന് പറയുന്നത്. ഇനി പെനാൽറ്റി ആൻഡ് ലിക്വിഡേറ്റഡ് ഡാമേജസ്. ലിക്വിഡേറ്റഡ് ഡാമേജസ് റെപ്രസെന്റ് സം ഓഫ് ഫിക്സഡ് ഓർ അസർട്ടൈൻ ബൈ ദ പാർട്ടി ഇൻ ദ കോൺട്രാക്ട്. It is fair and genuine to pre-estimate the probable loss and might ensure the result of breach of contract. അപ്പോൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് കൂടുന്നതിനേക്കാളും മുമ്പ് തന്നെ അത് കൂടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഡാമേജുകളെ പറ്റി പ്രീ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പെനാൽറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം ഫിക്സഡ് ബൈ ദ കോൺട്രാക്ട് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ വിച്ച് ഈസ് ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ദ ഡാമേജസ് ലൈക്ലി ടു അക്വയർ ആസ് എ റിസൾട്ട് ഓഫ് ബ്രീച്ച്. അപ്പോൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത് പ്രീ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണെങ്കിലും പെനാൽറ്റി എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുന്നതാണ്. അങ്ങനെ നടക്കാനുള്ള ഒരു പെനാൽറ്റി സ്റ്റിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കോൺട്രാക്റ്റുകൾ. അപ്പോൾ അത് വാങ്ങാനുള്ള അധികാരാവകാശങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് റെസിഷൻ ഓഫ് കോൺട്രാക്ട്. റെസിഷൻ എന്ന് പറയുന്നത് റിവോക്കേഷൻ ഓർ ക്യാൻസലേഷൻ ഓഫ് കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുകയോ അല്ലെങ്കിൽ റദ്ദാക്കപ്പെടുകയോ ചെയ്യുക എന്നാണ് അതിന് പറയാം. അപ്പോൾ സെക്ഷൻ 75 പ്രകാരമാണ് ഒരു കോൺട്രാക്ട് റദ്ദാക്കപ്പെടുന്നത്. എ പേഴ്സൺ ഹു റൈറ്റ്ഫുള്ളി റിസൻഡ് എ കോൺട്രാക്ട് ഈസ് എൻറ്റൈറ്റിൽഡ് ടു കോമ്പൻസേഷൻ ഫോർ എനി ഡാമേജ് വിച്ച് ഹാസ് സസ്റ്റെയിൻ ത്രൂ നോൺ ഫിൽമെൻറ്റ് ഓഫ് കോൺട്രാക്ട്. ഞാൻ വളരെ ഇതിനു മുമ്പുള്ളൊരു സ്ലൈഡിൽ 2 വട്ടം പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എ പേഴ്സൺ ഹു റൈറ്റ്ഫുള്ളി റിസൈൻഡ് എ കോൺട്രാക്ട് ഈസ് എൻറ്റൈറ്റിൽഡ്. അതായത് ഒരു വ്യക്തി ഒരു കോൺട്രാക്ട് ലംഘിക്കുകയാണെങ്കിൽ ആ ലംഘിക്കപ്പെടുമ്പോൾ ആ പ്രോമിസിക്ക് അതിൻ്റെ പകരമായി കോമ്പൻസേഷൻ വാങ്ങാനുള്ള അവകാശം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കോൺട്രാക്ട് നടക്കാത്ത കാരണം അതിൻ്റെ പേരിലുണ്ടാവുന്ന കോമ്പൻസേഷൻ വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആ കോമ്പൻസേഷൻ വേണ്ട, അത് കുഴപ്പമില്ല എന്നുള്ള സാഹചര്യത്തിൽ വരികയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആവുകയും അല്ല എനിക്കതിൽ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡാമേജസ് വേണമെന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ ആ ഡാമേജസ് വേണമെങ്കിൽ അവിടെ കോമ്പൻസേഷൻ വാങ്ങാനുള്ള അധികാരാവകാശങ്ങൾ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എ പേഴ്സൺ ഹു റൈറ്റ്ഫുള്ളി റിസൻഡ് എ കോൺട്രാക്ട് ഈസ് എൻറ്റൈറ്റിൽഡ് ടു കോമ്പൻസേഷൻ ഫോർ എനി ഡാമേജസ് വിച്ച് ഈസ് ആസ് സസ്റ്റെയിൻഡ് ത്രൂ നോൺ ഫിൽമെൻറ്റ് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റുകളും ലംഘിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നതാണ് കോമ്പൻസേഷൻ. അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രോമിസിയാണ്. ഓക്കെ, പ്രോമിസി വേണമെന്ന് പറയുകയാണെങ്കിൽ അതിന് ഡാമേജസ് ആയി കണക്കാക്കി ക്ലെയിം ചെയ്യാം. അല്ല അത് വേണ്ട എന്ന് പറയാൻ അതോടുകൂടി അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ അകത്ത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതൊരു ലീഗൽ വേർഡാണ്, ലീഗൽ വേർഡാണ് ഈ കാര്യം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്, ക്വാണ്ടം ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത് ആസ് മച്ച് ആസ് ഏൺഡ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു കോൺട്രാക്ട്, ഇപ്പോൾ ആമസോണിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുത്തേക്കാം. ആമസോണിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി, അത് ക്യാഷ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു. പക്ഷേ ആ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലോട്ട് എത്തിയിട്ട് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ കാശ് പോയിട്ടുമുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഡാമേജസ് അവിടെ റൈസ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്, അവിടെ ആ ആമസോൺ കമ്പനി അനധികൃതമായ ഒരു ലാഭം നേടുന്നുണ്ട്. അതിനെയാണ് സാധാരണ നമ്മൾ അത് തിരിച്ചു പിടിക്കാനാണ് നമ്മൾ സാധാരണ സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അനധികൃതമായി നമ്മളിൽ നിന്ന് എടുത്ത ആ ലാഭം തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ പറയുന്ന സ്യൂട്ട് ഫയൽ ചെയ്യാറ്. ഇറ്റ് മീൻസ് ആസ് മച്ച് ആസ് ഏൺഡ് ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് ദ വർക്ക് ഡൺ. ഇപ്പോൾ മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയി. ആ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞ് ആ മാർച്ച് മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഏപ്രിലിൽ മാർച്ച് മാസത്തിൻ്റെ സാലറി നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങളെ പിരിച്ചു വിടുകയും ചെയ്തു. അപ്പോൾ മാർച്ച് മാസം നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ ആ ലാഭം കമ്പനി എടുത്തേക്കാണ് അല്ലേ? അതാണ് ഒരു അൺലോഫുൾ ആയ ഒരു കാര്യമാണ്. അപ്പോൾ മാർച്ച് മാസത്തിലെ ആ ലാഭം എന്താ പറയുക, ആ വർക്ക് ലാഭം എടുത്ത അതിൽ നിന്ന് നിങ്ങളെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കാര്യത്തിനെ പറ്റിയാണ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത്. വേറെ കോൺട്രാക്ട് പാർട്ട്ലി പെർഫോം ബൈ വൺ പാർട്ടി ഹാസ് ബിക്കം ഡിസ്ചാർജ് ബൈ ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബൈ അതർ പാർട്ടി. ഒരു കോൺട്രാക്ട് ചെയ്യാനായിട്ട് ഒരു പാർട്ടി ചെയ്തു, പക്ഷേ മറ്റു ഭാഗം ചെയ്യാനായിട്ട് ഒരു പാർട്ടി സമ്മതിച്ചു. ഇൻ സച്ച് കേസ് പ്ലെയിൻറ്റിഫ് വാദി ഈസ് എൻറ്റൈറ്റിൽ ടു വാല്യൂ ദ സർവീസ് റെൻഡേഡ് ഓൺ ഗുഡ് സർവീസ് ഓർ ഗുഡ് ഡെലിവേർഡ്. അതായത് ഇപ്പോൾ നിങ്ങളെ ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചു, നിങ്ങൾ ആ കാര്യത്തിൻ്റെ ഒരു പാതി ഭാഗം ചെയ്തു. പാതി ഭാഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ ആ പാതി ഭാഗം ചെയ്തതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടണ്ടേ? ആ കൂലി നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് അനധികൃതമായ ഒരു ലാഭമായി മാറും. ആ കൂലി കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന സ്യൂട്ടുകളെയാണ്, അല്ലെങ്കിൽ കേസുകളെയാണ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വരുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. എക്സാംസിനൊക്കെ വളരെ ചോദിക്കാനായിട്ട് 99% ഒരു ഷോർട്ട് നോട്ടായിട്ടൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സംഭവം. സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. സാധാരണ രീതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ വളരെ എന്താ പറയുക, സ്യൂട്ട് ഫയൽ ചെയ്യുന്ന ഒരു സ്പെസിഫിക് പെർഫോമൻസിൻ്റെ രീതിയിലാണ് അത് ചെയ്യാറ്. അപ്പോൾ സ്പെസിഫിക് പെർഫോമൻസ് മീൻസ് ആക്ച്വലി ക്യാരിയിങ് ഔട്ട് ദ കോൺട്രാക്ട് ബൈ ദ പാർട്ടീസ് ദെയർ ഇൻ ടു. ഇപ്പോൾ ഒരു കോൺട്രാക്ട് ലംഘിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിന് കോമ്പൻസേഷൻ ചെയ്യേണ്ട ആവശ്യകതയില്ല. നിങ്ങൾക്ക് അതിന് കോമ്പൻസേഷൻ വേണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ആ പറയുന്ന സ്യൂട്ട് അല്ലെങ്കിൽ ആ പറയുന്ന പ്രോമിസ് നടപ്പിലാക്കും വേണം എന്നുള്ള സാഹചര്യത്തിൽ വരികയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു കല്യാണം നടത്താനുള്ള ഒരു കോൺട്രാക്ട് എടുത്തു. അപ്പോൾ കല്യാണം നടത്താനായിട്ട് കോൺട്രാക്ട് എടുത്തപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾ വേറൊരാളെയാണ് ഏൽപ്പിച്ചിരുന്നത്. അദ്ദേഹമായിട്ടാണ് നിങ്ങൾക്കൊരു കോൺട്രാക്ട് ഉള്ളത്. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്ക് ആ ഡെക്കറേഷൻ നടത്താനായിട്ട് ആൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ പക്ഷേ അദ്ദേഹം തന്നെ ആ ഡെക്കറേഷൻ നടത്തും വേണം. അങ്ങനെ വരുമ്പോൾ ആ പറയുന്ന പ്രോമിസ് അദ്ദേഹത്തിനെ കൊണ്ട് നിയമപരമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യാറ്. വേറെ പാർട്ടി ഫെയിൽ ടു ക്യാരി ഔട്ട് കോൺട്രാക്ട്, ദ കോർട്ട് മേ അറ്റ് ഇറ്റ്സ് ഡിസ്ക്രിഷൻ ഡയറക്റ്റ് ഡിഫൻഡ് ടു പെർഫോം ഇസ് അണ്ടർടേക്കിംഗ് ആസ് പെർ ദ ടേംസ് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ ആ പറയുന്ന പ്രോമിസ് ഡെക്കറേഷൻ ചെയ്യുകയില്ല എന്ന് പറയുകയും, അങ്ങനെ ഡെക്കറേഷൻ ചെയ്യാതെ നിങ്ങൾക്ക് അത് ചെയ്യും വേണം. അങ്ങനെ കോടതിയിലൂടെ നിങ്ങൾ അദ്ദേഹത്തിനോട് കോടതി ആവശ്യപ്പെടുകയാണ് ആ പറയുന്ന ഡെക്കറേഷൻ ചെയ്തു കൊള്ളാൻ പറഞ്ഞ് ആവശ്യപ്പെടുന്ന ആ രീതിയെയാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയും. സാധാരണ ഇതിനെ റിലീഫൊക്കെ പറയുന്നത് സ്പെസിഫിക് റിലീഫ് ആക്ടിൻ്റെ നിയമത്തിലൂടെയാണ് ഇതിൻ്റെ റിലീഫൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ള ഒരു കേസ് ലോയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസ് ലോയിലാണ് നമ്മൾ നോക്കുന്നത്. ഹെഡ്ലി എന്ന് പറയുന്ന ഒരു കേസാണ്. അപ്പോൾ ഇതിൽ സാധാരണഗതിയിൽ സ്പെഷ്യൽ ഡാമേജസിൻ്റെ ഒരു കേസായിട്ടാണ് ഇത് കൊടുത്തത്. പക്ഷേ അതിൽ സ്പെഷ്യൽ ഡാമേജസ് അനുവദിച്ചില്ല. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പക്ഷേ ഇത് സ്പെഷ്യൽ ഡാമേജസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാനും സാധിക്കാത്ത രീതിയിൽ കോടതി തീരുമാനം എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്.
നമുക്കതിൻ്റെ ഒരു ഫാക്റ്റിലേക്ക് പോവാം. an owner of mill sent an important machinery to repair B, who did not know that mill would not work without that machinery. Since there was a delay for the delivering of machine, A filed a suit not only the ordinary damages caused due to the delay in the delivery, but also the loss of profit by the way of special damages. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ഒരു മില്ലിൻ്റെ ഓണറാണ്. അപ്പോൾ ആ മില്ലിൻ്റെ ഓണർ ഒരു മെഷീനറി റിപ്പയർ ചെയ്യാൻ ബിക്ക് കൊടുത്തു. ഇത് കൊടുക്കുന്ന സമയത്ത് ബിനോട് പറഞ്ഞില്ല ഈ പറയുന്ന മെഷീൻ ഇല്ലെങ്കിൽ ഈ മില്ല് വർക്ക് ചെയ്യുകയില്ല എന്ന്. അപ്പോൾ അത് ബി ഓൾറെഡി ഡിലേ ചെയ്തു. ബി ഡിലേ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഓർഡിനറി ഡാമേജസിന് മാത്രമല്ല സ്പെഷ്യൽ ഡാമേജസിനും വേണ്ടി കൊടുത്തു. പക്ഷെ കോടതി അതിന് എടുത്ത തീരുമാനമാണ് പിന്നെ നമ്മൾ കാണുന്നത്. ദി ഇഞ്ചേർഡ് പാർട്ടി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി പ്ലേസ്ഡ് ഇൻ ദി സെയിം പൊസിഷൻ ആസ് ദ കോൺട്രാക്ട് ഹാസ് ബീൻ പെർഫോം. അപ്പോൾ ഇഞ്ചേർഡായ പാർട്ടി എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ആ എ എന്ന് പറയുന്ന പാർട്ടി ആ കോൺട്രാക്ട് പെർഫോം ചെയ്ത രീതിയിൽ തന്നെ എടുക്കണമെന്നാണ് പറഞ്ഞത്. എ പാർട്ടി ഹൂ സഫർ ബൈ ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഈസ് എൻറ്റൈറ്റിൽ ഓൺലി സച്ച് ഡാമേജസ് വിച്ച് അറൈസ് യൂഷ്വലി ഇൻ സച്ച് ബ്രീച്ച്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല, സ്പെഷ്യൽ ഡാമേജസിൻ്റെ കാറ്റഗറി പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ഡാമേജസിൻ്റെ മുകളിൽ മാത്രമാണ് ക്ലെയിം ചെയ്യാനുള്ള അധികാരാവകാശങ്ങളുണ്ട്. ഹെഡ്ലി എന്ന് പറയുന്ന കേസിൽ സ്പെഷ്യൽ ഡാമേജസ് കനോട്ട് ക്ലെയിം അൺലെസ് ദ അതർ പാർട്ടി ഡു നോട്ട് നോ അല്ലെങ്കിൽ ഡു നോട്ട് ന്യൂ. അതായത് ആ എതിരെ നിൽക്കുന്ന പാർട്ടിക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ഡാമേജസ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങണമെങ്കിൽ അദ്ദേഹത്തിന് അത് അറിയണമായിരുന്നു. ഈ പറയുന്ന മെഷീനറി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന മില്ല് വർക്ക് ചെയ്യുകയില്ല എന്നുള്ള ധാരണ വരണമായിരുന്നു. അങ്ങനെ വരുന്നില്ലെങ്കിൽ, അങ്ങനെ ആ അറിവ് അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഡാമേജസ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിരെ സ്പെഷ്യൽ ഡാമേജസ് വാങ്ങാനുള്ള അധികാരാവകാശം നമുക്ക് ഉണ്ടാവുകയില്ല. ഡാമേജസ് മസ്റ്റ് ബി ദാറ്റ് വിച്ച് ഫ്ലോസ് ഫ്രം ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, നോട്ട് ഇൻഡയറക്റ്റ്. അതായത് ഡാമേജസ് വരുന്നത്, കോമ്പൻസേഷനിലേക്ക് കടക്കുന്ന ഡാമേജസ് വരുന്നത് ഇൻഡയറക്റ്റ് ആവരുത്. എ പേഴ്സൺ ഹു ക്ലെയിംസ് ഡാമേജസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഷുഡ് ഹാവ് പെർഫോംഡ് ഇറ്റ്. അതായത് ആ പറയുന്ന ഡാമേജസ് ഉണ്ടാവണമെങ്കിൽ ആ പറയുന്ന കാര്യം അവിടെ സംഭവിക്കണമായിരുന്നു. ഡാമേജസ് ക്ലെയിംഡ് മസ്റ്റ് ബി മിറ്റിഗേറ്റ് ദ ലോസ് ഓഫ് ഡ്യൂ ടു ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ ഈ പറയുന്ന ഡാമേജസ് ക്ലെയിം ചെയ്യണമെങ്കിൽ ആ പറയുന്ന ലോസുമായി അത് ഒത്തുചേർന്ന് പോകണം. ഇഫ് ദർ ഈസ് an agreement for damage due to breach of contract, no more than agreed amount can be awarded. അപ്പോൾ നമ്മൾ പെനാൽറ്റി അല്ലെങ്കിൽ ആ സ്റ്റിപ്പുലേറ്റഡ് ആയ എമൗണ്ടൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പെനാൽറ്റിയും സ്റ്റിപ്പുലേറ്റഡ് ആയ എമൗണ്ട് കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ ആ പറയുന്ന എമൗണ്ട് മാത്രമേ അവർക്ക് അത് കിട്ടുകയുള്ളൂ. എക്സംപ്ലറി ഡാമേജസ് ഓർ വിൻഡക്റ്റീവ് ഡാമേജസ് ആർ അവോയ്ഡ് ഫോർ ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. സാധാരണ മാനനഷ്ടപരമായി വരുന്ന കാര്യങ്ങളിലാണ് വിൻഡിക്റ്റീവ് ഓർ എക്സംപ്ലറി ഡാമേജസിനെ പറ്റി നമ്മൾ കൊടുക്കാറുള്ളത്. ഡാമേജസ് ഷുഡ് നോട്ട് റെഫ്യൂസ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ. അതായത് ഒരിക്കലും ഡാമേജസ് റെഫ്യൂസ് ചെയ്യരുത്, കോമ്പൻസേഷൻ കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വെച്ച് ഒരിക്കലും ഡാമേജസ് കൊടുക്കാതിരിക്കരുത്. ക്വാസി കോൺട്രാക്ട് ആർ പ്ലേസ്ഡ് ഇൻ ദ സെയിം പൊസിഷൻ ആസ് കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്ന കാര്യം കോൺട്രാക്ട് പോലെ തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ 10 കാര്യങ്ങളാണ് ഹെഡ്ലി എന്ന് പറയുന്ന ഈ കേസിൽ പറയപ്പെട്ടിരിക്കുന്നത്. ഈ കേസിൽ പൂർണ്ണമായി പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് കോടതി അന്ന് ലേ ഡൗൺ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസ് ലോ ആണ്. വളരെയധികം പഠിക്കേണ്ട ഒരു കേസ് ലോ ആണ്. 10 കാര്യങ്ങൾ, 10 നിയമമാണ് പറയുന്നത്. എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമായിട്ട് വരുന്ന ഒരു കേസ് ലോ കൂടിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, തുടർന്നുള്ള വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.